ഓക്കെ, നമ്മൾ 2022 നടന്ന സയൻസിൻ്റെ ആൻസറൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, 19ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ സയൻസ് തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ചൊവ്വ പര്യവേഷണത്തിനായി 3 അന്താരാഷ്ട്ര പേടകങ്ങൾ ഫെബ്രുവരിയിൽ ചുവന്ന ഗ്രഹമായ ചൊവ്വയിൽ എത്തിച്ചേർന്നു. ഇതിൽ നാസയുടെ പര്യവേഷ പേടകം ഏതാണ്? നമ്മൾ 2022 3 അന്താരാഷ്ട്ര പേടകങ്ങൾ നമ്മുടെ ചൊവ്വ പര്യവേഷണത്തിനായിട്ട് ചൊവ്വയിലെത്തിയായിരുന്നു. അതിൽ നമ്മുടെ നാസയുടെ പര്യവേഷണ പേടകം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെർസീവറൻസ് ആണോ, അമാലാണോ, ടിയാവൻ 1 ആണോ, ക്യൂരിയോസിറ്റി ആണോ? അതിൻ്റെ ആൻസർ വരേണ്ടത് പെർസീവറൻസ് ആണ് കേട്ടോ. പെർസീവറൻസ് ആണ് നമ്മുടെ നാസ ചൊവ്വ പര്യവേഷണത്തിനായിട്ട് 2022 അയച്ചത് കേട്ടോ. ഇതിൻ്റെ ആൻസർ കിടപ്പുണ്ട്. ബാക്കി ചൈനയുടേതാണ് ടിയാവൻ കേട്ടോ. ചൈനയുടേതായിരുന്നു ടിയാവൻ. അതുപോലെ തന്നെ ടിയാവൻ വിക്ഷേപിച്ചത് 2020 ജൂലൈ 23 കേട്ടോ. ടിയാവൻ വിക്ഷേപിച്ചത് 2020 ജൂലൈ 23. അതുപോലെ തന്നെ ടിയാവൻ ചൊവ്വയുടെ ഉപരിതലത്തിൽ ഇറങ്ങിയത് 2021 മെയ് 14 2021 മെയ് 14 ടിയാവൻ ചൈനയുടെ ഉപഗ്രഹമായ ചൈനയുടെ ചൊവ്വ ദൗത്യമായ ടിയാവൻ ചൊവ്വയുടെ ഉപരിതലത്തിൽ ഇറങ്ങിയത്. ഇനി ചൊവ്വയിൽ ജീവസാന്നിധ്യം തിരിച്ചറിയുന്നതിനും ചൊവ്വയിലേക്കുള്ള ഭാവി ദൗത്യങ്ങളെ സഹായിക്കുന്നതിനുമായി നാസ വിക്ഷേപിച്ച ചൊവ്വ ദൗത്യമാണ് മാർസ് 2020. നോക്കിയിട്ട് വേണം പോകാൻ, ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ചൊവ്വയിലെ ജീവ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും നമുക്ക് അവിടെ വരുന്ന കാലഘട്ടങ്ങളിൽ അവിടെ ജീവിക്കാൻ പറ്റുമോ എന്ന് നമ്മുടെ ഭാവി ദൗത്യങ്ങളെപ്പറ്റി സഹായിക്കുന്നതിനുമായി നാസ വിക്ഷേപിച്ച ചൊവ്വ ദൗത്യമാണ് മാർസ് 2020. മാർസ് 2020 വിക്ഷേപിച്ചത് 2020 ജൂലൈ 30 2020 ജൂലൈ 30 മാർസ് വിക്ഷേപിച്ചത്. ഇനി ചൊവ്വയുടെ ഉപരിതലത്തിൽ മാർസ് 2020 ഇറങ്ങിയത് 21 ഫെബ്രുവരി 18 കേട്ടോ. 21 ഫെബ്രുവരി 18 മാർസ് 2020 ചൊവ്വയുടെ ഉപരിതലത്തിൽ ഇറങ്ങിയത്. ചൊവ്വയിലേക്ക് മാർസ് 2020 മിഷൻ്റെ ഭാഗമായ റോവർ പെർസീവറൻസ് റോവറാണ് കേട്ടോ. അതാണ് ഇവിടെ ആൻസർ ആയിട്ട് വന്നത്. പെർസീവറൻസ് റോവറാണ് മാർസ് 2020 മിഷൻ്റെ ഭാഗമായിട്ട് ഇറങ്ങിയ റോവർ. പെർസീവറൻസ് റോവർ ടെസ്റ്റ് ഡ്രൈവ് നടത്തിയ ചൊവ്വയിലെ തടാക തീരമാണ് ജെസറോ ക്രൈറ്റർ കേട്ടോ. ഇപ്രാവശ്യം നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് നമ്മുടെ ചന്ദ്രയാൻ 3 പറ്റിയായിരിക്കും കേട്ടോ. നമ്മുടെ ചന്ദ്രയാൻ 3 പറ്റിയായിരിക്കും ഇപ്രാവശ്യം നമ്മളോട് ചോദ്യം ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടുള്ളത്. എങ്കിലും ഇതുകൂടി ഒന്ന് നോക്കി വെക്കണം. ഓക്കെ, ഇനി 2021 സെപ്റ്റംബറിൽ ചൊവ്വയുടെ ഉപരിതലത്തിൽ നിന്നും പാറക്കഷ്ണങ്ങൾ ശേഖരിച്ച മാർസ് മിഷൻ്റെ ഭാഗമായ റോവറും എന്നാണ് നമ്മുടെ പെർസീവറൻസ് റോവർ. ഇത് നമ്മുടെ ചൊവ്വയുടെ ഉപരിതലത്തിൽ നിന്നും പാറക്കഷ്ണങ്ങൾ ശേഖരിച്ച് നമുക്ക് അയച്ച ഇതുമാണ് നമ്മുടെ പെർസീവറൻസ് റോവർ. ഇനി ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം GSAT 11 കേട്ടോ. GSAT 11 ഇന്ത്യ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹമായിട്ട് അറിയപ്പെടുന്നത്. GSAT 11 വിക്ഷേപിച്ചത് 2018 ഡിസംബർ 5 കൗറുവിൽ നിന്ന് കേട്ടോ. കൗറുവിൽ നിന്നാണ് GSAT 11 വിക്ഷേപിച്ചത്. ഇനി ജിസാറ്റ് 11 വിക്ഷേപിച്ച വാഹനം Ariane 5A 246 കേട്ടോ. ഇതൊന്നും അങ്ങനെ ചോദിച്ചു കണ്ടില്ല, എന്നാലും ഓർത്തിരിക്കണം. ജിസാറ്റ് 11 വിക്ഷേപിച്ച വാഹനം Ariane 5VA 246. ഇനി ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ജിസാറ്റ് 29 കേട്ടോ. ഇന്ത്യയിൽ നിർമ്മിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ജിസാറ്റ് 11. ഇന്ത്യയിൽ നിന്ന് വിക്ഷേപിച്ച ഏറ്റവും ഭാരം കൂടിയ ഉപഗ്രഹം ജിസാറ്റ് 29 അത് വിക്ഷേപിച്ച് ജിസാറ്റ് 29 വിക്ഷേപിച്ചത് 2018 നവംബർ 14. ഇനി ജിസാറ്റ് 29 വിക്ഷേപിച്ചത് എവിടെ നിന്നാണ്? സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ശ്രീഹരിക്കോട്ട കേട്ടോ. മിക്കതും നമ്മുടെ ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് വിക്ഷേപണത്തിന് വേണ്ടി അയക്കുന്നത്. ഇനി ജിസാറ്റ് 29 വിക്ഷേപിച്ച വാഹനം GSLV Mark 3 D2. ഇതൊരുവട്ടം ചോദിച്ചായിരുന്നു. ജിസാറ്റ് 29 വിക്ഷേപിച്ച വാഹനം GSLV Mark 3 D2. അടുത്ത ഈയിടെ
ഫ്രഞ്ച് ഗാനയിൽ നിന്ന് വിക്ഷേപിച്ച ISROയുടെ വാർത്താ വിനിമയ ഉപഗ്രഹമാണ് ജിസാറ്റ് 31. അത് ഈയിടെ വെച്ചാൽ 2022 ഈ ക്വസ്റ്റ്യൻ പേപ്പർ വന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇടയ്ക്കായി 2022 ഒരു 22, 23 അതുപോലെ തന്നെ 21 കാലയളവിൽ ഫ്രഞ്ച് ഗയാനയിൽ നിന്ന് വിക്ഷേപിച്ച ISROയുടെ വാർത്താവിനിമയ ഉപഗ്രഹമാണ് ജിസാറ്റ് 31. ഇന്ത്യയുടെ ആദ്യ പര്യവേഷണ ദൗത്യമാണ് ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ് ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് 2008 ഒക്ടോബർ 22 കേട്ടോ. ചന്ദ്രയാൻ്റെ വിക്ഷേപണ വാഹനം PSLV-C-11 കേട്ടോ. PSLV-C-11 ആണ് ചന്ദ്രയാൻ വിക്ഷേപണത്തിൻ്റെ വാഹനം. ഇനി ചന്ദ്രയാൻ ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നത് 2008 നവംബർ 8 കേട്ടോ. 2008 നവംബർ 8 ചന്ദ്രയാൻ 1 ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്നത്. ഭാരതത്തിൻ്റെ ത്രിവർണ്ണ പതാകയുമായി ചന്ദ്രോപരിതലത്തിൽ പതിച്ച ചന്ദ്രയാനിലെ പേടകം മൂൺ ഇമ്പാക്ട് പ്രോബ് കേട്ടോ. ഭാരതത്തിൻ്റെ ത്രിവർണ്ണ പതാകയുമായി ചന്ദ്രോപരിതലത്തിൽ ചന്ദ്രോപരിതലത്തിൽ പതിച്ച ചന്ദ്രയാനിലെ പേടകമാണ് നമ്മുടെ മൂൺ ഇമ്പാക്ട് പ്രോബ്. ഇനി ചന്ദ്രയാൻ വിക്ഷേപിച്ച സമയത്ത് ISRO ചെയർമാൻ G. മാധവൻ നായർ. ചന്ദ്രയാൻ 1 വിക്ഷേപിച്ച സമയത്ത് ISRO ചെയർമാൻ G. മാധവൻ നായർ ആയിരുന്നു. ഇനി ചന്ദ്രയാൻ വിക്ഷേപണ സമയത്തെ പ്രൊജക്ട് ഡയറക്ടർ M. അണ്ണാദുരൈ കേട്ടോ. ചന്ദ്രയാൻ വിക്ഷേപണ സമയത്തെ പ്രൊജക്ട് ഡയറക്ടറായിട്ട് അന്ന് സ്ഥാനമുണ്ടായിരുന്നത് M. അണ്ണാദുരൈ ആയിരുന്നു. ഇനി ജിസാറ്റ് 31 വിക്ഷേപിച്ചത് 2019 ഫെബ്രുവരി 6 ജിസാറ്റ് 31 വിക്ഷേപിച്ച വാഹനം എയറൈൻ 5A247 ഉണ്ടായി. ജിസാറ്റ് 2 ആയിരുന്നെങ്കിൽ ജിസാറ്റ് 11 ആണെങ്കിൽ വിക്ഷേപിച്ചത് എയർലൈൻ 5VA246 അടുത്ത ജിസാറ്റ് 31 വിക്ഷേപിച്ചത് എയർലൈൻ 5VA247 കേട്ടോ. നമ്പറൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയില്ല. ഇനി ഇന്ത്യയുടെ ഏറ്റവും പുതിയ വാർത്താവിനിമയ ഉപഗ്രഹമാണ് ജിസാറ്റ് 31. ഇന്ത്യയുടെ ഏറ്റവും വലിയ അതുപോലെ തന്നെ ഏറ്റവും പുതിയ വാർത്താവിനിമയ ഉപഗ്രഹമാണ് ജിസാറ്റ് 31 ആയിട്ട് അറിയപ്പെടുന്നത്. ഇനി ഇന്ത്യയുടെ ഏറ്റവും പുതിയ ഗതിനിർണ്ണയ ഉപഗ്രഹമാണ് IRNSS-2 കേട്ടോ. ഇന്ത്യയുടെ ഏറ്റവും പുതിയ ഗതിനിർണ്ണയ ഉപഗ്രഹമായിട്ട് അറിയപ്പെടുന്നതാണ് നമ്മുടെ IRNSS-2 ആയിട്ട് അറിയപ്പെടുന്നത്. ഇനി ചന്ദ്രയാൻ 2 കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്രദൗത്യമാണ് ചന്ദ്രയാൻ 2. വിക്ഷേപണ വാഹനം GSLV Mk3M1 ആണ്. വിക്ഷേപിച്ച തീയതി 2019 ജൂലൈ 22 വിക്ഷേപിക്കാൻ സഹായിച്ച രാജ്യം റഷ്യയാണ്. ഭാരം 3850 കിലോഗ്രാമാണ്. അതിലുള്ള ലാൻഡറിൻ്റെ പേര് വിക്രം, റോവറിൻ്റെ പേര് പ്രഗ്യാൻ, വിക്ഷേപണ സ്ഥലം ശ്രീഹരിക്കോട്ട. വിക്ഷേപണ സമയത്തെ ISRO ചെയർമാൻ K. ശിവനായിരുന്നു. പിന്നെ ചന്ദ്രയാൻ പ്രോജക്റ്റിൻ്റെ ഡയറക്ടർ വനിത മുത്തയ്യാണ്. ചന്ദ്രയാൻ മിഷൻ ഡയറക്ടർ റീതു കരുതലാണ്. അപ്പോൾ ഇത് ചന്ദ്രയാൻ 2 പറ്റിയുള്ള കാര്യങ്ങളാണ്. ചന്ദ്രയാൻ 3 ആയിരിക്കും ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് നമ്മളോട് കൂടുതലായിട്ട് ചോദിക്കുക കേട്ടോ. കാരണം സാധ്യതകൾ വളരെ കൂടുതലാണ്. അത് വിജയമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും റോവറായിരുന്നു, ലാൻഡറായിരുന്നു, വിക്ഷേപിച്ച ദിവസം അല്ലെങ്കിൽ എത്തിച്ചേർന്ന ദിവസം, അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ ലാൻഡറിൻ്റെ പേരും റോവറിൻ്റെ പേരും വിക്ഷേപണ തീയതിയും അതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ചന്ദ്രയാൻ 3 നോക്കിയിട്ട് വേണം പോകാം കേട്ടോ. ഇനിയും IRNSS-2 വിക്ഷേപണ വാഹനം GSLV-C-49 2018 ഏപ്രിൽ 12 വിക്ഷേപണം നടത്തിയത് കേട്ടോ. ഇന്ത്യയുടെ ഏറ്റവും പുതിയ ഗതിനിർണ്ണയ ഉപഗ്രഹമാണ് IRNSS-2 കേട്ടോ. അതിൻ്റെ വിക്ഷേപണ വാഹനമാണ് GSLV-C-49 2018 ഏപ്രിൽ 12 നമ്മൾ ഇതിനു വേണ്ടി അയച്ചത്. ഈ ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മനുഷ്യനിർമ്മിത ഉപഗ്രഹമാണ് കലാം സാറ്റ് V2 കേട്ടോ. ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മനുഷ്യനിർമ്മിത ഉപഗ്രഹമാണ് കലാം സാറ്റ് V2. നമ്മുടെ പഴയ കാലത്തെയാണ് കേട്ടോ. ഇനി ISROയുടെ സൗര ദൗത്യമാണ് ആദിത്യ L1 കേട്ടോ. ആദിത്യ L1 ആണ് നമ്മുടെ ISROയുടെ സൗര ദൗത്യമായിട്ട് അറിയപ്പെടുന്നത്. ISROയുടെ 100ാമത്തെ ഉപഗ്രഹമാണ് കാർട്ടോസാറ്റ് 2 കേട്ടോ. കാർട്ടോസാറ്റ് 2 ആണ് ISROയുടെ 100ാമത്തെ ഉപഗ്രഹം. ഇനിയും ഇന്ത്യയുടെ ഉപഗ്രഹവേദ മിസൈലാണ് ASAT കേട്ടോ. ഇന്ത്യയുടെ ഉപഗ്രഹവേദ മിസൈലാണ് ASAT ആയിട്ട് അറിയപ്പെടുന്നത്. ഭൂമിയുടെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുവാനായി ISRO വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ഹൈസിസ് കേട്ടോ. ഇത് ചോദിച്ചിട്ടുണ്ട്. ഭൂമിയുടെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുവാനായി
ISRO വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ഹൈസിസ് കേട്ടോ. ഇതിലേതെങ്കിലും ഒരു ചോദ്യം നമ്മുടെ GK പാർട്ടിയിൽ നിന്ന് വരാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. നമുക്കറിയാലോ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ഉള്ളതല്ലോ, ഒരു 3 അല്ലെങ്കിൽ 4 ക്വസ്റ്റ്യൻ വരെ GK ആയിട്ട് ചോദിക്കും, ജനറൽ നോളേജ് ചോദിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് അപ്ഡേറ്റഡ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് നമ്മുടെ ഈ പറഞ്ഞ ചന്ദ്രപരിവേഷണ ദൗത്യം, അതുപോലെ തന്നെ മംഗൾയാനും, അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രയാൻ 1 ചന്ദ്രയാൻ 2 ഒക്കെ കേട്ടോ. ഇനി മംഗൾയാൻ എന്താണ്? ഇന്ത്യയുടെ ആദ്യ ഗ്രഹാന്തര ദൗത്യമാണ് മംഗൾയാൻ. ചൊവ്വ ദൗത്യത്തിനെ പ്രഥമ ശ്രമത്തിൽ വിജയിച്ച ആദ്യ രാജ്യം ഇന്ത്യയാണ് കേട്ടോ. നമ്മുടെ ചൊവ്വ ദൗത്യത്തിനെ പ്രഥമ ശ്രമത്തിൽ തന്നെ, ആദ്യ ശ്രമത്തിൽ തന്നെ വിജയിച്ച ആദ്യ രാജ്യം ഇന്ത്യയാണ്. മംഗൾയാൻ പദ്ധതിയുടെ ഔദ്യോഗിക നാമം മാർസ് ഓർബിറ്റർ മിഷൻ കേട്ടോ. മംഗൾയാൻ പദ്ധതിയുടെ ഔദ്യോഗിക നാമം മാർസ് ഓർബിറ്റർ മിഷൻ എന്നാണ്. ഇനി മംഗൾയാൻ വിക്ഷേപിച്ചത് 2013 നവംബർ 5-നാണ്. വിക്ഷേപിച്ച വാഹനം PSLV C-25 കേട്ടോ. മംഗൾയാൻ വിക്ഷേപണ വാഹനമാണ് PSLV C-25. വിക്ഷേപണം നടന്ന സ്ഥലം ശ്രീഹരിക്കോട്ട കേട്ടോ. ശ്രീഹരിക്കോട്ട തന്നെയാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ട തന്നെയാണ് നമ്മുടെ മംഗൾയാന്റെ വിക്ഷേപണവും നടത്തിയത്. ഇനിയും മംഗൾയാൻ പേടകം ഭ്രമണപഥത്തിലെത്തിയത് 2014 സെപ്റ്റംബർ 24-ന്. മംഗൾയാൻ വിക്ഷേപിച്ച സമയത്ത് ISRO ചെയർമാൻ K. രാധാകൃഷ്ണൻ. മംഗൾയാൻ ദൗത്യത്തിന്റെ പ്രൊജക്ട് ഡയറക്ടർ S. അരുണൻ കേട്ടോ. മംഗൾയാൻ ദൗത്യത്തിന്റെ പ്രൊജക്ട് ഡയറക്ടർ S. അരുണനായിട്ടാണ് അറിയപ്പെടുന്നത്. ഇനി അതുപോലെ തന്നെ ഹൈസിന്റെ വിക്ഷേപണ വാഹനം, ഹൈസിനായി നമ്മളുണ്ടാകും അല്ലേ, ഭൂമിയുടെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുവാനായി ISRO വിക്ഷേപിച്ച ഉപഗ്രഹമാണ് ഹൈസിസ് എന്ന് പറയുന്നത്. അതിൻ്റെ വിക്ഷേപണ വാഹനം PSLV C-43. 2018 നവംബർ 29-നാണ് അത് വിക്ഷേപണം നടത്തിയത് കേട്ടോ. അതുകൂടി ഓർത്തിരിക്കണം. ഇതിൻ്റെ PDF ഞാൻ അയച്ചു തരാം, എഴുതിയെടുക്കണമെന്നില്ല കേട്ടോ. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് കാണുന്നത്, അയച്ചാൽ മതി. ഇനി ബഹിരാകാശ യാത്രകൾ, റഷ്യ കോസ്മോനോസ്, അമേരിക്ക ആസ്ട്രോനോട്ട്, പിന്നെ ചൈന തായ്ക്കോനോട്ട്, പിന്നെ ഇന്ത്യ വ്യോമനോട്ട് കേട്ടോ. അതായത് ബഹിരാകാശ യാത്രികരെ നമ്മൾ പറയുന്ന പേരാണ്, ഓരോ രാജ്യങ്ങളിൽ പറയുന്ന പേരാണ് ഈ താഴെ കൊടുത്തത് കേട്ടോ. അതും അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നില്ല, എങ്കിൽ പോലും വേണമെങ്കിൽ ചോദിക്കും. ഇന്ത്യയുടെ ബഹിരാകാശ യാത്രികർക്ക് പറയുന്ന പേരെന്താണ്? വ്യോമനോട്ട്സ് എന്നാണ്. ചൈനയാണെങ്കിൽ തായ്ക്കോനോട്ട്സ് എന്നാണ്. അമേരിക്ക ആസ്ട്രോനോട്ട്സുകൾ എന്നാണ്. റഷ്യ ആണെങ്കിൽ കോസ്മോനോട്ട്സ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. നമ്മുടെ GK പാർട്ടിയിൽ നിന്ന് ചോദിച്ച ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ GK പാർട്ടിയിൽ നിന്ന് ഇപ്രാവശ്യം ചോദിക്കാൻ പറ്റുന്ന സാധ്യതകൾ വളരെ കൂടുതലുള്ളൊരു പോർഷൻ തന്നെയാണ് നമ്മുടെ ഈ പറഞ്ഞ ചന്ദ്രയാൻ ദൗത്യം, അതുപോലെ തന്നെ മംഗൾയാൻ ദൗത്യങ്ങളും, അതുപോലെ നമ്മുടെ പുതിയ കാര്യങ്ങളെ പറ്റി പഠിക്കുവാനായിട്ട് നമ്മൾ ISRO പോലുള്ള നമ്മുടെ സ്പേസ് റിസർച്ചുകൾ അയക്കുന്ന നമ്മുടെ ഓരോരോ പുതിയ അപ്ഡേറ്റ് ആയിട്ടുള്ള ന്യൂസുകൾ കേട്ടോ. ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത്, മനുഷ്യൻ്റെ ചെവിക്ക് വേദന ഉണ്ടാക്കുന്ന സ്വരത്തിൻ്റെ ഉച്ചത ഡെസിബലിൽ കൂടുതലാണ്. അതായത് മനുഷ്യൻ്റെ ചെവിക്ക് വേദന ഉണ്ടാക്കുന്ന സ്വരത്തിൻ്റെ ഉച്ചത എന്ന് പറഞ്ഞത് ഡെസിബലിൽ കൂടുതലാണ്. 140, 120, 90, 60 പഠിപ്പിച്ചതാണ്. എത്രയാണ് ആൻസർ വരേണ്ടത്? 140 ആണോ, 120 ആണോ, അതുപോലെ തന്നെ 90 ആണോ, 60 ആണോ? യെസ്, കറക്റ്റാണ്, 120 കേട്ടോ. 120 ആണ് ആൻസർ വരേണ്ടത്. നമ്മുടെ ശബ്ദം എന്ന് പറഞ്ഞ പാഠത്തിൽ 8ാം ക്ലാസ് തന്നെ പഠിച്ചതല്ലേ, ഓർമ്മയില്ലേ? നിങ്ങൾ ഓർത്തിരിക്കണം, 8ാം ക്ലാസ്സിലുള്ള സിലബസ് നിങ്ങൾ കംപ്ലീറ്റ്ലി മനപ്പാഠമാക്കി പഠിച്ചു വെക്കണം കേട്ടോ. സയൻസിന് നിങ്ങൾ 8 വരെയുള്ള ഫുള്ള് ടോപ്പിക്ക് കംപ്ലീറ്റ്ലി പഠിച്ചു വെക്കണം. 9ലും 10ലും വളരെ കുറച്ചേ വരുന്നുള്ളൂ കേട്ടോ പഠിക്കാനായിട്ട്. ചില കെമിക്കൽ റിയാക്ഷനും കാര്യങ്ങളും മാത്രമേ. പക്ഷേ 8 വരെയുള്ള കാര്യങ്ങളിൽ നിന്ന് ഒബ്വിയസ്ലി ഒരു 70% മുകളിലും ചോദിക്കുന്നത് ഈ പറഞ്ഞ എവിടുന്ന 8ാം ക്ലാസ് വരെയുള്ള ടോപ്പിക്കിൽ നിന്ന് കേട്ടോ. അപ്പോൾ അത് ഒബ്വിയസ്ലി ഓർത്ത് വെച്ചിട്ടാണ് പോകാൻ. 8ാം ക്ലാസ് വരെ നിർബന്ധമായിട്ടും പഠിക്കണം കേട്ടോ. പിന്നെ 9നും 10നും വളരെ കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ, ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കണം, 8ാം ക്ലാസ്സിലെ ശബ്ദം എന്ന് പറഞ്ഞ പാഠത്തിലാണ് നമ്മൾ പഠിക്കാനുള്ളത്. മനുഷ്യൻ്റെ ചെവിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിട്ടുള്ള, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ചെവിക്ക് വേദന ഉണ്ടാക്കുന്ന ഡെസിബൽ എന്ന് പറയുന്നത് 120 ഡെസിബലിൽ കൂടുതലാണ് കേട്ടോ. 120 ഡെസിബലിൽ കൂടുതലാണ്. ഇനി ശബ്ദ മലിനീകരണം അളക്കുവാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ഡെസിബൽ എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നത്. അതായത് നമ്മുടെ ശബ്ദ മലിനീകരണം, ഈയിടയ്ക്കൊക്കെ ഇലക്ഷൻ ആയിട്ട് നമുക്കറിയാം, എപ്പോഴും ഇതിലെ കൂടി വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകും അല്ലേ, നമ്മുടെ ഇന്നയാളെ ജയിപ്പിക്കണം, ഇതാണ് നമ്മുടെ ചിഹ്നം എന്നൊക്കെ രാവും പകലും, രാവിലെ 6 മണി തൊട്ട് വൈകുന്നേരം 5-5:30 വരെയൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകും. ഇതൊക്കെ ഇവർ വെക്കുമ്പോൾ ഈ 18 ഡെസിബൽ ചെക്ക് ചെയ്തിട്ടാണ് വെക്കുന്നത്. കാരണം ഈ ആശുപത്രിയുടെയും അതുപോലെ തന്നെ പ്രായമായ രോഗികളുടെയും ഒക്കെ വീടിനടുത്തോട്ട് പോകുമ്പം അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന്, അല്ലെങ്കിൽ അവർക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല എന്ന്
ഉറപ്പാക്കിയതിന് ശേഷമാണ് ഇതുപോലുള്ള വാഹനങ്ങൾ, അതായത് ഈ അനൗൺസ്മെൻറ്റ് വാഹനങ്ങളൊക്കെ നമ്മൾ ഈ അനൗൺസ്മെൻറ്റിനായിട്ട് പുറത്തേക്ക് വിടുന്നത്. അപ്പം 120 ഡെസിബിൾ കൂടുതലായാൽ നമ്മുടെ ചെവിക്കത് കേടാണ്, അതുപോലെ തന്നെ ചെവിക്കത് വേദന ഉണ്ടാക്കുകയും ചെയ്യും. അപ്പം ഈ ശബ്ദമലിനീകരണം അളക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ഡെസിബിൾ എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നത്. ഇനി അതുപോലെ തന്നെ പാർപ്പിട മേഖലകളിൽ അനുവദനീയമായ ശബ്ദപരിധി 55 ഡെസിബിൾ വരെയാണ്. പകൽ സമയത്ത് 55 ഡെസിബിലും രാത്രി സമയമാണെങ്കിൽ 45 ഡെസിബിലുമാണ് നമ്മുടെ പാർപ്പിട മേഖല വീടുള്ള സ്ഥലങ്ങളിലൊക്കെ അനുവദനീയമായ ശബ്ദപരിധി. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഖരവസ്തുക്കളിലാണ് കേട്ടോ, ഓർത്തിരിക്കണം. ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഖരവസ്തുക്കളിലാണ്. അതായത് നമുക്കറിയാലോ, നമ്മുടെ ട്രെയിൻ പാളം അല്ലേ, നമ്മുടെ ട്രെയിൻ പാളത്തിൽ നമ്മൾ കൊണ്ട് തല വെച്ചാൽ ട്രെയിൻ അവിടെ നിന്ന് വരുന്നുണ്ടോ ഇല്ലയോ നോക്കാനായിട്ട് പണ്ടത്തെ കാലത്തൊക്കെ മനുഷ്യൻ ചെയ്യുമായിരുന്നു അല്ലേ. നിങ്ങളാരും തല വെച്ച് നോക്കാൻ പോകണ്ട, കാരണം എത്രയും ദൂരത്ത് ട്രെയിൻ ഉണ്ടോ അതിൻ്റെ അനക്കം നമുക്ക് ഈ പറഞ്ഞ പാളത്തിൽ കൂടി നമുക്ക് നമ്മുടെ ചെവിയിൽ അറിയാൻ പറ്റും. അപ്പോൾ ഓർത്തിരിക്കേണ്ട ഇത്രയേ ഉള്ളൂ, ട്രെയിൻ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാം. പണ്ടത്തെ കാലത്തൊക്കെ ഈ ചെക്ക് പോസ്റ്റുകൾ, അതുപോലെ തന്നെ ചെക്ക് പോസ്റ്റുകളില്ല, നമ്മുടെ റെയിൽവേ പോസ്റ്റുകളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത് പാളത്തിൽ ചെവി വെച്ചുകൊണ്ടിരുന്നു. ഇന്നാണ് അപകടങ്ങൾ കൂടിയ പിന്നാണ് എന്ത് വന്നത്, നമ്മുടെ റെയിൽവേയിലുള്ള സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഗേറ്റുകൾ ഇട്ടത്. അപ്പോൾ അതിന് മുമ്പ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ ശബ്ദം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഖരവസ്തുക്കൾ കേട്ടോ, സോളിഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റിലൂടെയാണ് നമ്മുടെ ശബ്ദം ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നത്, ഓർത്തിരിക്കണം. ഇനി ശബ്ദത്തിന് സഞ്ചരിക്കുവാനായിട്ട് ഒരു മാധ്യമം അല്ലെങ്കിൽ ഒരു മീഡിയം ആവശ്യമാണ് കേട്ടോ. ശബ്ദം കടന്നു പോകണമെങ്കിൽ അവിടെ ഒരു മീഡിയം ആവശ്യമാണ്. നമുക്കറിയാലോ, നമ്മൾ സ്പേസിൽ പോയിട്ട് സംസാരിച്ചാൽ ശബ്ദം കേൾക്കുമോ? അതായത് ഈ ചന്ദ്രനിലും അതുപോലെ തന്നെ നമ്മുടെ ബഹിരാകാശത്തൊക്കെ പോയി സഞ്ചരിച്ചാൽ ശബ്ദം കേൾക്കുമോ? അറിയാമോ അതിനെപ്പറ്റി? ശബ്ദം കേൾക്കുമോ? കേൾക്കത്തില്ല. കാരണം എന്താണ്, അവിടെ ഒരു മീഡിയം ഇല്ല. അതുകൊണ്ട് തന്നെ ശബ്ദത്തിൻ്റെ സ്വരം വളരെ താഴ്ന്ന രീതിയിലേ കേൾക്കത്തുള്ളൂ കേട്ടോ. ഓർത്തിരിക്കണം, ശബ്ദം സഞ്ചരിക്കാനായിട്ട്, ശബ്ദത്തിന് കടന്നു പോകാനായിട്ടൊരു മാധ്യമം ആവശ്യമാണ്. ഇനി ശൂന്യതയിലൂടെ ശബ്ദത്തിന് സഞ്ചരിക്കാൻ കഴിയില്ല, അതായത് നമ്മുടെ സ്പേസിലൂടെ ഒന്നും നമ്മുടെ ശബ്ദത്തിന് സഞ്ചരിക്കാൻ കഴിയില്ല. ഇനിയും ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ വേഗതയെ സൂചിപ്പിക്കുന്ന പദമാണ് സൂപ്പർസോണിക്. നമ്മൾ പറഞ്ഞു ശബ്ദമാണ് ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്, അത് സഞ്ചരിക്കുന്ന ഖരവസ്തുക്കളുടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനേക്കാളും വേഗത്തിൽ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ വേഗതയെ സൂചിപ്പിക്കുന്ന പദമാണ് സൂപ്പർസോണിക് എന്ന് പറഞ്ഞ പദം കേട്ടോ. ഇനിയും ശബ്ദ പ്രവേഗത്തേക്കാൾ കുറഞ്ഞ വേഗത സൂചിപ്പിക്കുന്ന പദമാണ് സബ്സോണിക് കേട്ടോ. സൂപ്പർസോണിക് എന്ന് പറഞ്ഞാൽ കൂടിയ വേഗത, സബ്സോണിക് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വേഗത കേട്ടോ. കൂടിയതെന്ന് പറഞ്ഞാൽ സൂപ്പർ, അതുപോലെ തന്നെ കുറഞ്ഞതെന്ന് പറഞ്ഞാൽ സബ്, ഓർത്തിരിക്കണം. ഇനിയും ശക്തമായ ഭൂമി കുലുക്കത്തിന് തൊട്ട് മുമ്പായി ഉണ്ടാകുന്ന ശബ്ദ തരങ്ങൾ അറിയപ്പെടുന്നത് ഇൻഫ്രാസോണിക് കേട്ടോ. നമ്മൾ ശക്തമായിട്ടുള്ള ഭൂമി കുലുക്കത്തിന് തൊട്ട് മുമ്പായി ഉണ്ടാകുന്ന ശബ്ദ തരങ്ങളാണ് ഇൻഫ്രാസോണിക്. നമ്മുടെ ജീവികൾക്ക്, അതായത് ഈ പട്ടി, പൂച്ച, എരുമ, കാള, പോത്ത്, പശു, ഇതിനൊക്കെ ഈ ഇൻഫ്രാസോണിക് സൗണ്ടുകൾ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അറിയാനായിട്ട് സാധിക്കും. നമ്മുടെ മനുഷ്യരെ പോലുള്ള നമ്മളെക്കാളും ഈ പറഞ്ഞ ഇൻഫ്രാസോണിക് സൗണ്ടുകൾ ഉണ്ടായാൽ അതറിയുവാനായിട്ട് നമ്മുടെ മൃഗങ്ങൾക്ക് പറ്റും. അതുകൊണ്ടാണ് ഈ കണ്ടിട്ടില്ലേ, ഈ ശബ്ദമായിട്ട് ഈ ഭൂമിയിലൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പേ ഈ പട്ടി കിടന്ന് ഓളിയിടുന്നതും ഈ മൃഗങ്ങളൊക്കെ കിടന്ന് ഒരു വികൃതമായിട്ടുള്ള പ്രകൃതം കാണിക്കുന്നതൊക്കെ ഈ ഇൻഫ്രാസോണിക് സൗണ്ട് ഡിറ്റക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. ഈ ശബ്ദത്തിൻ്റെ വേഗതയേക്കാൾ 5 ഇരട്ടി കൂടിയ വേഗത സൂചിപ്പിക്കുന്നത് ഹൈപ്പർസോണിക്. അപ്പം വേഗത കൂടുതലുള്ളത് സൂപ്പർസോണിക്, കുറഞ്ഞ വേഗതയുള്ള സബ്സോണിക്, അതിനേക്കാൾ 5 ഇരട്ടി വേഗത, ശബ്ദത്തിനേക്കാളും 5 ഇരട്ടി വേഗതയുള്ളത് ഹൈപ്പർസോണിക് കേട്ടോ. ഹൈപ്പർസോണിക്കാണ് ശബ്ദത്തിൻ്റെ വേഗതയേക്കാളും 5 ഇരട്ടി കൂടുതൽ വേഗതയുള്ളത് സൂചിപ്പിക്കുന്നത്. ഇനിയും ശബ്ദത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്നതാണ് അക്വസ്റ്റിക്സ് കേട്ടോ. അക്വസ്റ്റിക്സ് എന്ന പേരിലാണ് നമ്മുടെ ശബ്ദത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ അറിയപ്പെടുന്നത്. ഇനി മനുഷ്യരിൽ ശബ്ദം പുറപ്പെടുവിക്കാൻ സഹായിക്കുന്ന തൊണ്ടയിലെ ഭാഗമാണ് ലാരിക്സ്. നമുക്കറിയാമല്ലോ, നമ്മൾ തൊണ്ട പഠിച്ചതാണ് LARNYX അല്ലേ, നമ്മൾ പഠിച്ചതാണ് ലാരിക്സ് എന്ന് പറഞ്ഞാൽ വാക്ക് പഠിച്ചതാണ്. നമ്മുടെ ശബ്ദം നമ്മൾ പുറത്തേക്ക് പുറപ്പെടുവിക്കാനായിട്ട് സഹായിക്കുന്ന നമ്മുടെ തൊണ്ടയുടെ ഭാഗമാണ് ലാരിക്സ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി പക്ഷികൾക്ക് ശബ്ദമുണ്ടാക്കുന്നത് തൊണ്ടയിലെ സിറിങ്സിൻ്റെ സഹായത്തോടെ കേട്ടോ. നമ്മുടെ പക്ഷികൾ ശബ്ദമുണ്ടാക്കുന്നത് തൊണ്ടയിലെ സിറിങ്സിൻ്റെ സഹായത്തോടെയാണ്. ഇനി മനുഷ്യൻ്റെ ശ്രവണ പരിധി നോക്കിയിട്ട് വേണം പോകാൻ. 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് മനുഷ്യൻ്റെ ശ്രവണ പരിധി അറിയപ്പെടുന്നത്. ഇനി ശ്രവണ സ്ഥിരത ഇമ്പോർട്ടൻ്റ് ആണ്. 1/10 സെക്കൻഡാണ് മനുഷ്യൻ്റെ ശ്രവണ സ്ഥിരത. കാഴ്ച സ്ഥിരത എത്രയായിരുന്നു ഓർക്കുന്നുണ്ടോ? പെർസിസ്റ്റൻസ് ഓഫ് വിഷനും പെർസിസ്റ്റൻസ് ഓഫ് ഹിയറിങ്ങും രണ്ടും പറഞ്ഞു തന്നതാണ്
ശ്രവണ സ്ഥിരതയാണെങ്കിൽ 1/10 ആണ്. കാഴ്ച സ്ഥിരതയാണെങ്കിൽ എത്രയായിരുന്നു? ഇപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറുള്ള ഈ രണ്ടെണ്ണം. കാഴ്ച സ്ഥിരത 1/16, 1/16 രണ്ട് ഓർത്തിരിക്കും കേട്ടോ. മനുഷ്യൻ്റെ ശ്രവണ സ്ഥിരത എന്ന് പറയുന്നത് 1/10, കാഴ്ച സ്ഥിരത അല്ലെങ്കിൽ പെർസെൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്നത് 1/16. ഇനി പ്രതിനിധി ഉണ്ടാക്കുന്നതിനുള്ള കുറഞ്ഞ അകലം. എന്താണ് ഈ പ്രതിനിധി എന്ന് പറഞ്ഞാൽ? നമ്മുടെ എക്കോ ഇല്ലേ, എക്കോ അതാണ് ഉദ്ദേശിക്കും കേട്ടോ. അതായത് പ്രതിനിധി ഉണ്ടാക്കുന്നതിനുള്ള കുറഞ്ഞ അകലം 17 മീറ്റർ കേട്ടോ. 17 മീറ്ററിലും നമുക്ക് എന്താണ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രതിനിധി ഉണ്ടാകത്തുള്ളൂ. അതായത് നമ്മുടെ ഈ മലയൊക്കെ മേളിൽ ഇപ്പോൾ നമ്മൾ കൂമ്പോൾ തിരിച്ചു പോവുകയില്ലേ, അതാണ് എക്കോ അല്ലെങ്കിൽ പ്രതിനിധി എന്ന് പറയുന്നത്. അപ്പം അത് ഉണ്ടാക്കാനുള്ള കുറഞ്ഞ അകലം 17 മീറ്ററാണ്. ഇനിയും കമ്പനമാണ് ശബ്ദം ഉണ്ടാക്കാൻ കാരണം. നമ്മൾ പഠിച്ചതല്ലേ, കമ്പനം വെച്ചാൽ വൈബ്രേഷൻ, ടൈപ്പ് ഓഫ് വൈബ്രേഷൻ. അതാണ് നമ്മുടെ ശബ്ദം ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ടുള്ള കാരണം. ഇനി ചന്ദ്രനിൽ ശബ്ദം കേൾക്കാത്തതിന് കാരണം നമ്മൾ പറഞ്ഞല്ലേ, ചന്ദ്രനിൽ അന്തരീക്ഷ വായു ഇല്ലാത്തതുകൊണ്ട് തന്നെ ചന്ദ്രനിൽ ശബ്ദം കേൾക്കുകയില്ല. നമ്മളിവിടെ ഒന്ന് പറഞ്ഞാലും ഞാനിപ്പോൾ അവിടെ ഇരുന്നാണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ ഞാനിതിന് ചലിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ, നിങ്ങളാരും ഒന്നും കേൾക്കുകയില്ല. കാരണം എന്താണ്? അവിടെ എന്തില്ല? അന്തരീക്ഷ വായു ഇല്ല, അല്ലെങ്കിൽ സ്പേസ് ഇല്ല, അല്ലെങ്കിൽ അവിടെ ഒരു മീഡിയം ഇല്ല എന്നൊക്കെ വേണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാധ്യമമില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടെ ശബ്ദം കേൾക്കുകയില്ല. ഇനി ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ യൂണിറ്റാണ് ഹെഡ്സ്. ചോദിച്ചിട്ടുണ്ട്, നോക്കണം. ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ യൂണിറ്റാണ് ഹെഡ്സ് എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത്, കൊതുകുകളും തേനീച്ചകളും പറക്കുമ്പോൾ ശബ്ദമുണ്ടാക്കുന്നതിന് കാരണം ചിറകുകളുടെ കമ്പനമാണ്. നമ്മുടെ കൊതുകും അതുപോലെ തന്നെ തേനീച്ചയൊക്കെ പറക്കുമ്പോൾ ഒരു സ്വരം കേൾക്കാം അല്ലേ? അങ്ങനെ സ്വരം കേൾക്കാനുള്ള കാരണം എന്താണ്? അതുങ്ങളുടെ ചിറകിട്ടടിക്കുന്ന കമ്പനം മൂലമാണ്. കൊതുകുകളുടെ ചിറകുകളുടെ കമ്പനം ചെയ്യുന്ന ആവൃത്തി 500 ഹെർട്സാണ് കേട്ടോ. നമ്മുടെ കൊതുകുകളുടെ ചിറകുകൾ കമ്പനം ചെയ്യുന്ന ആവൃത്തി എന്ന് പറയുന്നത് 500 ഹെർട്സാണ്. തേനീച്ചകളുടെ ചിറകുകൾ കമ്പനം ചെയ്യുന്നത് 300 ഹെർട്സിലാണ് കേട്ടോ. നമ്മുടെ തേനീച്ചകളുടെ ചിറകുകൾ കമ്പനം ചെയ്യുന്ന ആവൃത്തി 300 ഹെർട്സിലാണെന്നും ഓർത്തിരിക്കണം. ഇനിയും മനുഷ്യൻ്റെ ശ്രവണ പരിധിയേക്കാൾ ഉയർന്ന ശബ്ദമാണ് അൾട്രാസോണിക് സൗണ്ട് കേട്ടോ. അൾട്രാസോണിക് സൗണ്ടാണ് മനുഷ്യൻ്റെ ശ്രവണ പരിധിയേക്കാളും ഉയർന്ന ശബ്ദം. ഇനിയും അതിനേക്കാളും താഴ്ന്ന ശബ്ദം, മനുഷ്യൻ്റെ ശ്രവണ പരിധിയേക്കാൾ താഴ്ന്ന ശബ്ദം അറിയപ്പെടുന്നത് ഇൻഫ്രാസോണിക് സൗണ്ട് കേട്ടോ. അതായത് നമ്മുടെ 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് മനുഷ്യൻ്റെ ശ്രവണ പരിധി. അതിൽ 20,000 ഹെർട്സിന് മുകളിലാണെങ്കിൽ അതിന് അൾട്രാസോണിക് സൗണ്ട് എന്നും 20 ഹെർട്സിന് താഴെയാണെങ്കിൽ ഇൻഫ്രാസോണിക് സൗണ്ട് എന്നും പറയുന്നു കേട്ടോ. നമ്മുടെ മനുഷ്യൻ്റെ ശ്രവണ പരിധി എത്രയാണ്? 20 മുതൽ 20,000 വരെ. അപ്പോൾ 20,000-ന് മുകളിലാണെങ്കിൽ ആ സൗണ്ട് ആണെങ്കിൽ അത് അൾട്രാസോണിക് സൗണ്ട് എന്നും 20-ന് താഴെയാണെങ്കിൽ അത് ഇൻഫ്രാസോണിക് സൗണ്ട് എന്നും നമ്മൾ പറയുന്നു കേട്ടോ. ഇനി ഗഗൻയാനെ പറ്റി ഇവിടെ പറയുന്നുണ്ട്. നമ്മുടെ മുമ്പത്തെ പണ്ടേണ്ട ആ ക്വസ്റ്റ്യൻ്റെ ബാക്കിയാണ്, അത് ഇതിൻ്റെ ഇടയ്ക്ക് വന്നതേ ഉള്ളൂ കേട്ടോ. ജസ്റ്റ് നോക്കിയിട്ട് വേണം പോകാൻ. ഗഗൻയാൻ എന്താണ്? 2021 ഡിസംബറോടെ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്നതിനായി ISRO നടത്തുന്ന പദ്ധതിയാണ് ഗഗൻയാൻ. ഇനി ഗഗൻയാൻ പദ്ധതി പ്രകാരം എത്ര പേരെയാണ് ബഹിരാകാശത്ത് അയക്കുന്നത്? 3 പേരെ കേട്ടോ. നോക്കിയിട്ട് വേണം പോകാൻ. ഗഗൻയാൻ പദ്ധതി പ്രകാരം 3 പേരെ വെച്ചാണ് നമ്മൾ ബഹിരാകാശത്തേക്ക് അയക്കുന്നത്. ഗഗൻയാൻ ലക്ഷ്യം നേടിയാൽ മനുഷ്യനെ ബഹിരാകാശത്ത് അയക്കുന്നത് എത്രാമത്തെ രാജ്യമാവും? ഇന്ത്യ 4ാമത്തെ കേട്ടോ. 4ാമത്തെ രാജ്യമാവും നമ്മുടെ ഇന്ത്യ ആയിട്ടുള്ള 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്നാണ്. നമ്മുടെ ഗഗൻയാൻ ലക്ഷ്യം നേടിയാൽ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന 4ാമത്തെ രാജ്യമാകും നമ്മുടെ ഇന്ത്യ. ഇനിയും ഇന്ത്യക്ക് മുമ്പ് മനുഷ്യനെ ബഹിരാകാശത്തെ രാജ്യങ്ങളാണ് റഷ്യ, അമേരിക്ക, ചൈന കേട്ടോ. എല്ലാത്തിനകത്ത് അമേരിക്കയും ചൈനയും കാണും കേട്ടോ. എല്ലാം നടത്തി നോക്കുന്നവരാണ്. റഷ്യയും മിക്കയിടത്തും ഉണ്ട്. എന്നാൽ പോലും എന്താണ് ഇന്ത്യക്ക് മുമ്പ് നമ്മുടെ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിച്ച രാജ്യങ്ങളാണ് റഷ്യയുണ്ട്, അമേരിക്കയുണ്ട്, ചൈനയുണ്ട്. ഇനിയും ഗഗൻയാൻ ദൗത്യത്തിൽ ബഹിരാകാശത്ത് എത്തുന്നവർ അറിയപ്പെടുക വോംനോട്സ് കേട്ടോ. വ്യോംനോട്സ് എന്ന പേരിലാണ് ഗഗൻയാൻ ദൗത്യത്തിൽ ബഹിരാകാശത്ത് എത്തുന്നവർ അറിയപ്പെടുന്ന. നമ്മളുണ്ടായിരുന്നില്ലേ ബഹിരാകാശ യാത്രികൾ ഇന്ത്യയിൽ അറിയപ്പെടുന്നതാണ് ഈ വ്യോംനോട്സ് എന്ന പേരിൽ. ഇനിയും ഗഗൻയാൻ ദൗത്യത്തെ വിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന പേടകം GSLV Mark 3 കേട്ടോ. GSLV Mark 3 ആണ് ഗഗൻയാൻ ദൗത്യത്തെ വിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന പേടകമായിട്ട് അറിയപ്പെടുന്നത്. ISROയുടെ ഏറ്റവും ഭാരം കൂടിയ വിക്ഷേപണ വാഹനമാണ് GSLV Mark 3. ഗഗൻയാൻ വിക്ഷേപണം ഉദ്ദേശിക്കുന്ന സ്ഥലം ശ്രീഹരിക്കോട്ട തന്നെയാണ്. ഗഗൻയാൻ പദ്ധതിയുടെ പ്രൊജക്ട് ഡയറക്ടർ R. ഹട്ടനാണ്. അതുപോലെ തന്നെ ഗഗൻയാൻ പദ്ധതി നേതൃത്വം നൽകുന്ന മലയാളി വനിത VR ലളിതാംബിക കേട്ടോ. VR ലളിതാംബികയാണ് നമ്മുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന മലയാളി വനിത കേട്ടോ. ഓർത്തിരിക്കണം, മറന്നുപോലെ. അടുത്ത ക്വസ്റ്റ്യൻ, സൈക്കിൾ ചക്രത്തിൻ്റെ ആക്സിലിൽ എണ്ണ ഇടുന്നത് എന്തിനാണ്? പഠിപ്പിച്ചതാണ്, ഇത് 8ാം ക്ലാസ് തന്നെയുള്ളതാണ് അല്ലേ. എന്താണ് നമ്മുടെ സൈക്കിൾ ചക്രത്തിൻ്റെ ആക്സിലിൽ എണ്ണ ഇടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഘർഷണ ബലം കുറയ്ക്കാനാണോ, വിസ്കസ് ബലം കൂട്ടാനാണോ, യാന്ത്രിക ബലം കുറയ്ക്കാനാണോ, കാന്തിക ബലം കുറയ്ക്കാനാണോ? ഓക്കെ,
എ ആണ് ഉത്തരം, കറക്റ്റാണ് പറഞ്ഞത് കേട്ടോ. നമ്മുടെ ഹർഷണ ബലം കുറയ്ക്കുവാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സൈക്കിളിൻ്റെ ആക്സിലൊക്കെ നമ്മൾ എണ്ണ ഇടുന്നത് അല്ലേ. നമ്മൾ പഠിച്ചാൽ ഹർഷണ ബലം എന്താണ് അല്ലേ. ഇതുള്ളത് നമ്മുടെ എവിടെയാണ്, 8ാം ക്ലാസ് തന്നെയാണുള്ളത്. ബലം എന്ന് പറഞ്ഞ പാഠത്തിൽ കിടക്കുന്നതാണ്. നമ്മളോട് അന്ന് ഡിസ്കസ് ചെയ്താണ് നമ്മുടെ മനുഷ്യനൊക്കെ നിലത്ത് കൂടി നടക്കുന്നത് അല്ലേ, തറയിൽ കൂടി നടക്കുന്നതിനൊക്കെ കാരണം നമ്മുടെ ഹർഷണമാണ് അല്ലേ, ഹർഷണമാണ് കാരണം. അപ്പോൾ ഞാൻ പറഞ്ഞത് അല്ലേ, ഈ നമ്മുടെ ഈ ടൈലിൻ്റെ മുകളിൽ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്ര പെട്ടെന്ന് നടക്കുവാൻ സാധിക്കില്ല. കാരണം അവിടെ ഹർഷണം കുറയുന്നതുകൊണ്ട് തന്നെ നമ്മൾ തെന്നി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയും ഇംഗ്ലീഷ് കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കണം, സൈക്കിളിൻ്റെ ചക്രത്തിലൊക്കെ ഈ എണ്ണ നമ്മളിടുന്നത് അവിടെയുള്ള ഫ്രിക്ഷൻ കുറച്ച് ഇവിടെ സൈക്കിളിൻ്റെ മൂവ്മെൻറ്റ് കൂടുതൽ എളുപ്പമാക്കാനായിട്ടാണ്. ഇനി ചലനത്തെ പ്രതിരോധിക്കുന്ന ബലത്തിന് പറയുന്ന പേരാണ് ഹർഷണം എന്ന് പറയുന്നത്. അപ്പോൾ ചലനത്തെ പ്രതിരോധിക്കുന്ന ഒരു ബലമാണ് ഹർഷണം അഥവാ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. വസ്തുവിൻ്റെ ഭാരം കൂടുന്നതനുസരിച്ച് ഹർഷണ ബലം കൂടുന്നു. അതായത് വസ്തുവിൻ്റെ ഭാരം കൂടിയാൽ അവിടെ ഹർഷണ ബലം കൂടും, ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടും. പ്രതലത്തിൻ്റെ മിനുസം കൂടുന്തോറും ഹർഷണ ബലം കുറയുകയും പ്രതലത്തിൻ്റെ മിനുസം കുറയും തോറും ഹർഷണ ബലം കൂടുകയും ചെയ്യുന്നു. അതായത് നമ്മുടെ ബാത്റൂമിൽ ഇരിക്കുന്ന ടൈലും പുറത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ടൈലും തമ്മിൽ നോക്കിയാൽ മതി. എന്താണ് പ്രത്യേകതയുള്ളത്? നമ്മുടെ പ്രതലത്തിൻ്റെ മിനുസം കൂടുന്തോറും ഹർഷണ ബലം കുറയും. അതായത് നമുക്കറിയാലോ, നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നമ്മൾ റൂമിനുള്ളിലിടുന്ന ടൈലിൻ്റെ മിനുസം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഹർഷണ ബലം കുറയും, നമ്മൾ അവിടെ തെന്നി വരാനുള്ള സാധ്യത വളരെ കൂടും. ഇനി പ്രതലത്തിൻ്റെ മിനുസം കുറയും, അതായത് നമ്മുടെ എവിടെയാണ് ബാത്റൂമിൻ്റെ അകത്ത് നമ്മൾക്കറിയില്ല ഇങ്ങനെ ഗ്രിപ്പുള്ള ടൈലുകൾ നമ്മൾ ഇടുന്നത് അല്ലേ. അപ്പോൾ എന്താണ് അവിടെ ഒരു പ്രതലത്തിൻ്റെ മിനുസം നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറയ്ക്കും തോറും ഹർഷണ ബലം കൂടും, നമുക്ക് കുറച്ചുകൂടി ഗ്രിപ്പ് കിട്ടാനുള്ള സാധ്യത കൂടും. അപ്പോൾ അവിടെ എന്താണ് ഹർഷണ ബലം നമ്മുടെ കൂടി നമുക്ക് അതിന് മേൽ കൂടി നടക്കുകയും ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ താഴെയുള്ള സാധ്യത അവിടെ വളരെ കുറവായിരിക്കും കേട്ടോ. പുറത്തിരിക്കണം, പ്രതലത്തിൻ്റെ മിനുസം കൂടുന്തോറും ഹർഷണ ബലം കുറയുകയും പ്രതലത്തിൻ്റെ മിനുസം കുറയും തോറും ഹർഷണ ബലം കൂടുകയും ചെയ്യുന്നു. വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു കണ്ടന്റ് ഉണ്ട് കേട്ടോ. ഇനിയും ഹർഷണ ബലം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് സ്നേഹകങ്ങൾ അല്ലെങ്കിൽ ലൂബ്രിക്കൻ്റ് എന്ന് പറയും. നമ്മൾ പഠിച്ച എണ്ണയുണ്ട്, ഗ്രീസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഓയിലുകളാകാം അല്ലേ, അങ്ങനെ ലൂബ്രിക്കൻസുകളാകാം, എന്ത് വേണേലാകാം. പുറത്തിരിക്കണം, നമ്മൾ ഹർഷണം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾക്ക് പറയുന്ന പേരാണ് സ്നേഹകങ്ങൾ അഥവാ ലൂബ്രിക്കൻ്റ് എന്ന് പറയും. ഇനി ഖരാവസ്ഥയിലുള്ള ഒരു സ്നേഹകമാണ് ഗ്രാഫൈറ്റ് കേട്ടോ. ഖരാവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു സ്നേഹകമാണ് ഗ്രാഫൈറ്റ്. ബാക്കി 90% സ്നേഹകങ്ങളും കാണപ്പെടുന്നത് നമ്മുടെ ദ്രാവക അവസ്ഥയിലായിരിക്കും, അതായത് ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും കാണപ്പെടുന്നത്. പക്ഷേ ഖരാവസ്ഥയിൽ കാണപ്പെടുന്ന ഒരു സ്നേഹകമാണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഹർഷണം കുറയ്ക്കുവാനായിട്ടുള്ള മാർഗങ്ങൾ വേണമെങ്കിൽ ചോദിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഹർഷണം കുറയ്ക്കാനുള്ള മാർഗത്തിൽ പെടുന്നത് ഏത് അല്ലെങ്കിൽ പെടാത്തത് എന്നൊക്കെ ചോദിച്ചാൽ നോക്കണം. മിനുസപ്പെടുത്തിയെടുക്കൽ, പിന്നെ സ്നേഹങ്ങൾ ഉപയോഗിക്കൽ, ധാരാലേഖിതമാക്കൽ, ബോൾ ബെയറിങ്ങൾ ഉപയോഗിക്കൽ. നമുക്കറിയാം ഇതെല്ലാം നമ്മൾ കണ്ടല്ലേ. മിനുസപ്പെടുത്തി നമ്മളൊന്ന് പോളിഷ് ചെയ്തെടുക്കുക. സ്നേഹങ്ങൾ അതായത് ലൂബ്രിക്കൻ്റ് നമ്മൾ ഉപയോഗിക്കുക. ധാരാരഹിതമാക്കുക, അതായത് നമ്മൾ നേരെ തന്നെ ആക്കുക, വളഞ്ഞു പൊളവില്ലാതെ നേരെ തന്നെ നമ്മളൊരു സർഫസ് ഉണ്ടാക്കിയെടുക്കുക. ബോൾ ബെയറിങ്ങുകൾ ഉപയോഗിക്കുക. നമ്മൾ മെഷീൻ്റെ അകത്തൊക്കെ നമ്മൾ ബെയറിങ് ഉപയോഗിക്കുക എന്ന് പറയും. നമ്മളിപ്പം സൈക്കിളിൻ്റെയൊക്കെ ഹാൻഡിലും വണ്ടിയുടെയൊക്കെ സ്റ്റിയറിങ്ങിലും വീലിൻ്റെ അകത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബെയറിങ്. അതൊക്കെ യൂസ് ചെയ്താൽ അവിടെയുള്ള ഹർഷണ ബലം നമുക്ക് വളരെയേറെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. ഇനിയും ഒരു വസ്തു മറ്റൊരു വസ്തുവിൻ്റെ മുകളിലൂടെ ഉരുട്ടി നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഹർഷണമാണ് ഉരുളൻ ഹർഷണം. എന്താണ്? ഒരു വസ്തു മറ്റൊരു വസ്തുവിൻ്റെ മുകളിലൂടെ ഉരുട്ടി നീക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഹർഷണ ബലമാണ് ഉരുളൻ ഹർഷണം. നമ്മുടെ ടയറുകളൊക്കെ ഉരുണ്ടു പോകുന്ന ഓർത്താൽ മതി. അതങ്ങനെയാണ്, ഉരുണ്ടുരുട്ടല്ലേ പോകുന്നത് തറയിൽ കൂടി. അപ്പോൾ ഓർത്തിരിക്കണം, ഒരു വസ്തു മറ്റൊരു വസ്തുവിൻ്റെ മുകളിലൂടെ ഉരുട്ടി നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഹർഷണമാണ് ഉരുളൻ ഹർഷണം എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നത്. ഇനിയും ഒരു വസ്തു മറ്റൊരു വസ്തുവിൻ്റെ മുകളിലൂടെ നിരക്കി നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഹർഷണ ബലമാണ് നിരങ്ങൽ ഹർഷണം. നമ്മൾ തടിയൊക്കെ നിലത്തൊടി വലിച്ചുകൊണ്ട് പോകുന്ന ഓർത്താൽ മതി. എന്താണ്? നമ്മുടെ ഒരു വസ്തു മറ്റൊരു വസ്തുവിൻ്റെ മുകളിലൂടെ നിരക്കി നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്നതാണ് നമ്മുടെ നിരങ്ങൽ ഹർഷണം എന്ന് പറയപ്പെടുന്നത്. ഇനി നിരങ്ങൽ ഘർഷണത്തിലെ അപേക്ഷിച്ച് ഉരുളൻ ഘർഷണത്തിൽ സമ്പർക്കത്തിൻ്റെ വിസ്തീർണം കുറവായതിനാൽ ഉരുളൻ ഘർഷണം നിരങ്ങൽ ഘർഷണേക്കാളും കുറവാണ്. നമുക്കറിയാലോ, വലിച്ചുകൊണ്ട് പോകാനാണോ ഉരുട്ടിക്കൊണ്ട് പോകാനാണോ നമ്മൾ കൂടുതൽ എളുപ്പം? നമുക്ക് ഉരുട്ടിക്കൊണ്ട് പോകാൻ എളുപ്പം അല്ലേ. ഒരു വസ്തു ഉരുട്ടിക്കൊണ്ട് പോകാനായിട്ട് കൂടുതൽ എളുപ്പം. അങ്ങനെ വരുമ്പോൾ നിരങ്ങൽ ഘർഷണത്തിനേക്കാൾ അപേക്ഷിച്ച് ഉരുളൻ ഘർഷണത്തിൻ്റെ സമ്പർക്ക ബലത്തിൻ്റെ വിസ്തീർണം കുറവായതിനാൽ ഉരുളൻ ഘർഷണം നിരങ്ങൽ ഘർഷണേക്കാളും കുറവായിരിക്കും. നമ്മുടെ വസ്തുക്കൾ നിലത്തുകൂടി ഉരുട്ടുന്നതാണോ അതുപോലെ തന്നെ നിരക്കുന്നതാണോ എളുപ്പമെന്ന് ആലോചിച്ചാൽ മതി. ഇനി യന്ത്രങ്ങളിൽ ഘർഷണം കുറയ്ക്കാൻ ബോൾ ബെയറിങ്ങൾ ഉപയോഗിക്കാൻ കാരണം
ഉരുളൽ ഹർഷണം നിരങ്ങൽ ഹർഷണത്തെക്കാളും കുറവായതിനാലാണ്. കണ്ടോ, അതിന് റീസൺ അതാണ്. നമ്മുടെ യന്ത്രങ്ങളിൽ ഹർഷണം ഉപയോഗിക്കേണ്ടത് നമ്മൾ ഹർഷണം കുറയ്ക്കേണ്ടത് ബോൾ ബെയറിങ്ങൾ നമ്മൾ ഉപയോഗിക്കും. അതിന് കാരണം എന്താണ്? നമ്മുടെ ഉരുളൽ ഹർഷണം കറങ്ങുന്നത് എന്താണ്? നമ്മുടെ നിരങ്ങി പോകുന്നതിനേക്കാളും ഹർഷണ ബലം കുറയ്ക്കുന്നത് കൊണ്ടാണ്. ഇനി ഹർഷണം കുറയ്ക്കുന്നതിനായി ചലനത്തിന് അനുകൂലമായ വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുത്തുന്ന രീതിയാണ് ധാരാരഹിതമാക്കൽ. അത് നേർരേഖാ രീതിയിലാക്കലാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഹർഷണം കുറയ്ക്കുന്നതിനായി ചലനത്തിന് അനുകൂലമായി വസ്തുക്കളുടെ ആകൃതി രൂപപ്പെടുത്തുന്ന രീതിക്ക് പറഞ്ഞ പേരാണ് ധാരാരഹിതമാക്കൽ. അതായത് നമ്മുടേക്ക് ടയർ ആണെങ്കിൽ നമുക്കറിയാലോ റൗണ്ട് ഷേപ്പിലാക്കി എടുക്കണം, അല്ലെങ്കിൽ ഒരു സ്ലോപ്പ് ആണെങ്കിൽ ഒരു തടിക്കഷ്ണമാണെങ്കിൽ സ്ലോപ്പ് പോലെ ആക്കി എടുത്താൽ മതി. നല്ല മിനുസപ്പെടുത്തി എടുത്താൽ അവിടെയൊക്കെ ഹർഷണം നമുക്ക് കുറച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഹർഷണത്തെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം കേട്ടോ. ഇത് 8ാം ക്ലാസ് തന്നെ വരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ പെടാത്തത് ഏത്? സ്ഥാനാന്തരണം, ത്വരണം, വേഗം, പ്രവേഗം. പഠിച്ചതല്ലേ നമ്മുടെ ഇത് 8ാം ക്ലാസ് തന്നെയുള്ളൂ അല്ലേ. നമ്മുടെ അളവുകൾ എന്ന് പറഞ്ഞതിനകത്ത് നമ്മൾ പഠിച്ചതല്ലേ. അതായത് സദിശ്യ അളവുകളും അതിശ്യ അളവുകളും. കഴിഞ്ഞ ദിവസം ആരോ എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ ആ കോഡ് പറഞ്ഞു കൊടുത്തായിരുന്നു. എന്തായിരുന്നു ആ കോഡ്? ഓർമ്മയുണ്ടോ? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സദിശ്യ അളവുകളും അതിശ്യ അളവുകളും. ആ കോഡ് എന്നാന്ന് ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? ഓർമ്മയില്ലേ? ആരുടെയോ സ്ഥാനത്ത് ആരോ ഇല്ലാത്തതിനാൽ ആരെയൊക്കെ കൂട്ടി വിളിച്ചുകൊണ്ട് വന്ന് പറഞ്ഞു. ആരായിരുന്നത്? സതീശൻ്റെ സ്ഥാനത്ത്. ഓക്കെ, വെരി ഗുഡ്. സതീശൻ്റെ സ്ഥാനത്ത് ആരൊക്കെ ഇല്ലാത്തതിനാൽ ബലവും സതീശൻ്റെ സ്ഥാനത്ത് എണ്ണ ഇല്ലാത്തതിനാലാണ് ബലവും ഭാരവും ഇല്ലാത്തതിനാൽ നമ്മൾ ആരെയൊക്കെ വിളിച്ചു? പ്രവീണയും അതുപോലെ തന്നെ ത്വരണയും വിളിച്ചു. അപ്പോൾ സതീശനാണെങ്കിൽ സദിശ അളവുകളാണെങ്കിൽ അവിടെ വരേണ്ടതാണ് പ്രവേഗം, സ്ഥാനാന്തരണം, ത്വരണം, ബലം എന്നിവ. അപ്പോൾ ഇവിടെ നോക്കി, കൂട്ടത്തിൽ പെടാത്ത ഏതായിരിക്കും? ഉണ്ടോ, ത്വരണം നമ്മുടെ സദിശ അളവാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രവേഗം ഒരു സദിശ അളവാണ്. സ്ഥാനാന്തരണം ഒരു സദിശ അളവാണ്. വേഗം സദിശ അളവാണോ? അല്ല. അപ്പോൾ ഇതാണ് ഇവിടെ കൂട്ടത്തിൽ പെടാതെ വന്നത് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൻ്റെ 8ാം ക്ലാസ്സിലെ ആ ടെക്സ്റ്റ് ബുക്കിനകത്ത് പുറകിൽ കൊടുത്ത ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ ഇതേ ടൈപ്പാണ്. അവിടുന്ന് ഡയറക്റ്റ് കോപ്പി അടിച്ച് വെച്ചാണ് ഈ ക്വസ്റ്റ്യൻ. നോക്കി വെക്കണം. അതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമ്മളെല്ലാം ചെയ്യിപ്പിച്ചാണ്. നോക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൂട്ടത്തിൽ പെടാത്തത് വേഗമാണ്. കാരണം ഒരു അതിശ്യ അളവാണ് കേട്ടോ. അതിശ്യ അളവാണ് വേഗത. കാരണം നമ്മുടെ ദിശ കൂടി അതിൻ്റെ കൂട്ടത്തിൽ പറയുന്നത് കേട്ടോ. അതായത് ദിശ ചേർത്ത് പറയുന്ന അളവുകളാണ് നമ്മുടെ ദിശ പറയാതെ പറയുന്ന അളവുകളും ദിശ ചേർത്ത് പറയുന്ന അളവുകളാണ് നമ്മൾ സദിശ്യ അളവുകൾ, അതിശ്യ അളവുകൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നോക്കിയിട്ടാണ് പോകാൻ. ഇവിടെ വേഗമാണ് നമ്മുടെ കൂട്ടത്തിൽ പെടാതെ കേട്ടോ. സ്ഥാനാന്തരണം, ത്വരണം, പ്രവേഗമൊക്കെ ഒരു 20 വരുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ബാക്കി കണ്ടന്റ് നോക്കാം. എന്താണ്? വേഗമാണ് ഉത്തരവായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ്. ദിശ ചേർത്ത് പറയുന്ന അളവുകളാണ് സദിശ്യ അളവുകൾ. സദിശ്യ അളവുകൾക്ക് ഉദാഹരണമാണ് പ്രവേഗം, സ്ഥാനാന്തരണം, ത്വരണം, ബലം കേട്ടോ. നമ്മുടെ സതീശൻ്റെ സ്ഥാനത്ത് ബലവും ഭാരവും കുറവായതിനാൽ പ്രവീണയും ത്വരണയും വിളിച്ചു എന്ന് പഠിച്ചാൽ മതി. അതിനകത്ത് തന്നെ എല്ലാം ഉണ്ട്. സദിശ്യ അളവുകളാണെങ്കിൽ അതിനകത്ത് പ്രവേഗം, സ്ഥാനാന്തരണം, ത്വരണം, ബലം, ഭാരം എന്നിവ വരും കേട്ടോ. ഇനി ദിശ ചേർത്ത് പറയാത്ത അളവുകളാണ് അതിശ്യ അളവുകൾ. അതിന് എക്സാമ്പിളാണ് നമ്മുടെ സമയം, പിണ്ഡം, ദൂരം, വിസ്തീർണം, വേഗത, പ്രവൃത്തി, വ്യാപ്തം, സാന്ദ്രത. ഇതൊക്കെ നമ്മുടെ ദിശ ചേർത്ത് പറയാതെയുള്ള അളവുകൾക്ക് പറയുന്ന പേരാണ് അതിശ്യ അളവുകൾ. ഇപ്പോൾ വേഗത എന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോകുന്നു എന്ന് പറയുന്നുണ്ടോ? ഇല്ല ഉണ്ടോ. അതപ്പം ഓർത്തിരിക്കണം. അതൊക്കെ എന്താണ്? ഡയറക്ഷൻ ഒന്നും പറയുന്നില്ല. ഇനി പരസ്പര ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ ഒന്നുകൂടെ എന്നാ പറഞ്ഞാൽ ഒന്നുകൂടി പറയാനോ? ഒന്നുകൂടെ അതിശ ഓക്കെ. അപ്പോൾ ഓർത്തിരിക്കുക, പരസ്പര ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ പറ്റാത്തതുമായ കേവല അളവുകൾക്ക് പറയുന്ന പേരാണ് അടിസ്ഥാന യൂണിറ്റുകൾ കേട്ടോ. ഓർത്തിരിക്കണം. പരസ്പര ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും അതുപോലെ തന്നെ നമുക്ക് മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ പറ്റാത്തതുമായ കേവല അളവുകൾക്ക് പറയുന്ന പേരാണ് അടിസ്ഥാന യൂണിറ്റുകൾ. ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റിൻ്റെ ചുരുക്കിയതാണ് SI യൂണിറ്റ്, അല്ലെങ്കിൽ സിസ്റ്റം ഇൻ്റർനാഷണൽ എന്ന് നമ്മൾ ഇലാബറേറ്റ് ആക്കി പറയും. അതിൻ്റെ ചുരുക്കരുത്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ട് ഫോമാണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിൽക്കുന്നതുമായ യൂണിറ്റുകളാണ് ഉൽപ്പന്ന യൂണിറ്റുകൾ കേട്ടോ. അതായത് അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ പറ്റുന്നതോ അതേപോലെ തന്നെ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതുമായ യൂണിറ്റുകൾക്ക് പറയുന്ന പേരാണ് വിൽപ്പന യൂണിറ്റുകൾ. ഇന്ന് ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള അറിവ് സമ്പ്രദായമാണ്, അല്ലെങ്കിൽ യൂണിറ്റ് സമ്പ്രദായമാണ്
SI യൂണിറ്റുകൾ. അതായത് ഇവിടെ ചെന്ന് 1 കിലോ പറഞ്ഞാലും അമേരിക്കയിൽ ചെന്ന് 1 കിലോ പറഞ്ഞാലും ചൈനയിൽ ചെന്ന് 1 കിലോ പറഞ്ഞാലും 1 കിലോ എപ്പോഴും 1 കിലോ തന്നെ ആയിരിക്കും. അതിനെയാണ് SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി SI സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവുകൾ 7 എണ്ണം ഉണ്ട് കേട്ടോ. SI സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവുകൾ 7 എണ്ണമുണ്ട്. ഏതൊക്കെയാണ് 7 എണ്ണം എന്ന് അറിയാവോ? പഠിപ്പിച്ചതാ, ഓർമ്മയുണ്ടോ? നീളം, മാസ്, സമയം, വൈദ്യുത പ്രവാഹ തീവ്രത, താപനില, പദാർത്ഥത്തിൻ്റെ അളവ്, പ്രകാശ തീവ്രത. ഈ 7 എണ്ണമാണ് നമ്മുടെ SI സമ്പ്രദായത്തിലുള്ള അടിസ്ഥാന അളവുകൾ കേട്ടോ. ഈ പേജിൻ്റെ അവസാനം വരുന്നുണ്ടത്, എന്തെങ്കിലും ഓർത്ത് വെച്ചോ. SI സമ്പ്രദായത്തിലുള്ള അടിസ്ഥാന അളവുകൾ 7 എണ്ണമാണ്, ഓർത്ത് വെക്കണം. ഇനി ശാസ്ത്രലോകത്തിൻ്റെ അളവുകൾ പ്രസ്താവിക്കാനായി യൂണിറ്റ് സമ്പ്രദായം ലോകവ്യാപകം ഉപയോഗിച്ച് തുടങ്ങിയ വർഷം 1960 കേട്ടോ. 1960 നമ്മുടെ ലോകവ്യാപകമായിട്ട് യൂണിറ്റ് സമ്പ്രദായങ്ങൾ ഉപയോഗിച്ച് തുടങ്ങിയത്. കുതിരയുടെ ഉയരം അളക്കുന്ന യൂണിറ്റാണ് ഹാർട്സ് കേട്ടോ. ഹാൻഡ് എന്ന് പറയും, ഒരു ഹാൻഡ് = 4 ഇഞ്ച് കേട്ടോ. കുതിരയുടെ ഉയരം അളക്കുന്ന യൂണിറ്റാണ് ഹാൻഡ് എന്ന് പറയും. ഒരു ഹാൻഡ് എന്ന് പറഞ്ഞാൽ 4 ഇഞ്ചാണ്. ഒരു അളവുകൾ ഉപയോഗിച്ച് കൃത്യമായി അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ നീളമാണ് ലീസ്റ്റ് കൗണ്ട്. നമ്മുടെ ലാബിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് LC എന്ന് പറയും കേട്ടോ. ലീസ്റ്റ് കൗണ്ട് എന്ന് പറയും. അതിന് വെർനിയർ കാലിപ്പറും അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കും കേട്ടോ. നമ്മുടെ +2 സയൻസ് എടുത്തവരൊക്കെ അറിയാം, ലാബിൽ കയറുമ്പം നമ്മൾ ഈ വെർനിയർ കാലിക്കൽ ഉപയോഗിച്ച് നമ്മുടെ ഈ പറഞ്ഞ ചെറിയ പെൻസിലിൻ്റെയും അതുപോലെ നമ്മുടെ സ്കെയിലിൻ്റെയും ഒരു ബോളിൻ്റെയും ഒക്കെ നമ്മൾ എന്ത് കണ്ടുപിടിക്കും, നമ്മുടെ നീളം കണ്ടുപിടിക്കും, അല്ലെങ്കിൽ നമ്മുടെ വിസ്തീർണം കണ്ടുപിടിക്കും അല്ലേ. അപ്പോൾ എന്താണ് അവിടെ വരേണ്ടത്, നമ്മുടെ കൃത്യമായിട്ട് അളക്കാൻ സാധിക്കുന്ന ഏറ്റവും ചെറിയ അളവുകളാണ്, ഏറ്റവും ചെറിയ നീളത്തിന് പറയുന്ന പേരാണ് ലീസ്റ്റ് കൗണ്ട് കേട്ടോ. ഇനി ഗ്രഹങ്ങളിലെയും നക്ഷത്രങ്ങളിലുള്ള ദൂരം അളക്കാൻ അളക്കുന്ന യൂണിറ്റുകളാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, പ്രകാശവർഷം, പാസ്കൽ എന്നിവ കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കണം, നമ്മുടെ ഗ്രഹങ്ങളിലേക്കും നക്ഷത്രത്തിലേക്കും ഒക്കെ ഉള്ള ദൂരം നമ്മൾ അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, AU എന്ന് പറയും, പ്രകാശവർഷം എന്ന് പറയും, അതുപോലെ തന്നെ പാസ്കൽസ് എന്ന് പറയും കേട്ടോ. ഇനി ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നത് 15 കോടി കിലോമീറ്ററാണ്. വളരെ കുറവാണ്. ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 15 കോടി കിലോമീറ്റർ ചേരുന്നതാണ് ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ. ഇനി ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരത്തിന് പറയുന്ന പേരാണ് പ്രകാശവർഷം. നിങ്ങൾക്ക് അറിയില്ല, പ്രകാശം അടിച്ചാൽ എത്ര സെക്കൻഡ് കൊണ്ടല്ലേ, മൈന്യൂട്ട് സെക്കൻഡ് കൊണ്ടാണ് നമ്മൾ അടിക്കുന്ന ഡയറക്ഷൻ ചെയ്തത്, അല്ലെങ്കിൽ നമ്മൾ അടിക്കുന്ന സ്ഥലത്ത് ചെല്ലുന്നത്. അങ്ങനെ ആ പ്രകാശം ഒരു വർഷം എടുത്ത് സഞ്ചരിച്ച ദൂരത്തിന് പറയുന്ന പേരാണ് പ്രകാശവർഷം എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി എത്രമാത്രം ദൂരമുണ്ടെന്ന്. അടുത്തത് ഒരു പാസ്കൽ എന്നത് 3.26 പ്രകാശവർഷമാണ് കേട്ടോ. ഒരു പാസ്കൽ എന്ന് പറയുന്നത് 3.26 പ്രകാശവർഷം ചേരുന്നതാണ്. ഇനി വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരം അളക്കുന്ന യൂണിറ്റ് നോട്ടിക്കൽ മൈൽ കേട്ടോ. അതായത് നമ്മുടെ ആകാശത്തുള്ള പ്ലെയിൻ ഓടുമ്പോഴും അതുപോലെ തന്നെ കപ്പലുകൾ കടലിലൂടെ ഓടുമ്പോഴും അവർ ദൂരം അളക്കുന്നത് എങ്ങനെയാണ്, നോട്ടിക്കൽ മൈൽ ഉപയോഗിച്ച് കേട്ടോ. നോട്ടിക്കൽ മൈൽ ഉപയോഗിക്കുന്നത്. ഇനി ഒരു നോട്ടിക്കൽ മൈൽ എന്ന് വെച്ചാൽ 1.852 ഏകദേശം ഒരു 1.25 കിലോമീറ്ററിനും 2 കിലോമീറ്ററിനും ഇടയിൽ ഒരു വാല്യൂ കേട്ടോ. ഒരു നോട്ടിക്കൽ മൈൽ എന്ന് വെച്ചാൽ 1.825 ഒരു നോട്ടിക്കൽ മൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയും കപ്പലുകളുടെ വേഗത അളക്കുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് നോട്ട് കേട്ടോ. നമ്മുടെ നോട്ടിക്കൽ മൈലിൽ നോട്ടാണ് കപ്പലുകളുടെ വേഗത അളക്കുവാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ്. ഇനിയും അടിസ്ഥാന അളവുകളുടെ യൂണിറ്റ് പ്രസ്താവിക്കുന്ന 3 രീതികളാണ് CGS സിസ്റ്റം, MKS സിസ്റ്റം, FPS സിസ്റ്റം കേട്ടോ. ഈ സിസ്റ്റം നമ്മൾ 3 കണ്ടതാണ്. നമ്മൾ അടിസ്ഥാന അളവുകളുടെ യൂണിറ്റ് പ്രസ്താവിക്കുന്നതിനുള്ള 3 രീതിയിലുള്ള അളവ് സമ്പ്രദായമാണ് നമ്മുടെ CGS, MKS, FPS സിസ്റ്റങ്ങൾ. MKS സമ്പ്രദായത്തിൻ്റെ പരിഷ്കൃത രൂപമാണ് SI സമ്പ്രദായം, അതായത് സിസ്റ്റം ഇൻ്റർനാഷണൽ ഓഫ് യൂണിറ്റ്. അതിപ്പോൾ നമ്മൾ ലോകവ്യാപകമായിട്ട് അംഗീകരിച്ച് വരുന്നതാണെന്നും ഓർത്തിരിക്കണം കേട്ടോ. ഇനി നമ്മൾ മുമ്പേ പറഞ്ഞ അടിസ്ഥാന യൂണിറ്റുകൾ 7 എണ്ണം, അത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ അതിൻ്റെ യൂണിറ്റ് നോക്കി വെച്ചിട്ട് വേണം പോകാൻ, ഇമ്പോർട്ടൻ്റ് ആണ്. അടിസ്ഥാന അളവുകൾ നീളമുണ്ട്, അതിൻ്റെ പേര് മീറ്റർ, പ്രതീകം M, മാസ് കിലോഗ്രാം, kg, സമയം സെക്കൻഡ്, ക്യാപിറ്റൽ S, വൈദ്യുത പ്രവാഹ തീവ്രത ആംപിയർ, ക്യാപിറ്റൽ A, താപനില കെൽവിൻ, ക്യാപിറ്റൽ K, പദാർത്ഥത്തിൻ്റെ അളവ് മോളാണ്, MOL, പ്രകാശ തീവ്രത കാൻഡ്ല, CD കേട്ടോ. ഓർത്തിരിക്കണം, അടിസ്ഥാന അളവുകളും അതിൻ്റെ യൂണിറ്റുകളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം കേട്ടോ, മറന്നു പോകരുത് കേട്ടോ, അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതും പഠിപ്പിച്ചാണ്, കാന്തികം എന്ന് പറയുന്ന പാഠത്തിൽ പഠിപ്പിച്ചാണ്. നോക്കി, ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവ് ഞാനെന്ന് പറഞ്ഞല്ലേ, വശീകരണ ശേഷി ഉണ്ടെന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടോ? അതായത് ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ തെറ്റായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അയാൾ നമ്മളെ വശീകരിക്കുമെന്ന് പറഞ്ഞല്ലേ. ഇപ്പോൾ ഇവിടെ അത് തന്നെ വരുന്നുണ്ടോ,
ഒരു കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനം കാരണം കാന്തവൽക്കരിക്കപ്പെടാനുള്ള കാന്തിക വസ്തുക്കളുടെ കഴിവിന് പറയുന്ന പേരാണ് വശഗത എന്ന് പറയും. അതായത് നമ്മളൊരു കാന്തത്തിൻ്റെ മുകളിൽ ഒരു ഇരുമ്പാണിയോ അല്ലെങ്കിൽ ഒരു ഹാക്സോ ബേഡോ ഒക്കെ നമ്മളിട്ട് ഉരസുവാണെങ്കിൽ നമുക്കറിയാം ഈ ഇരുമ്പ് ആണിയും അതുപോലെ തന്നെ ഹാക്സോ ബേഡും ഒക്കെ എന്താണ് നമ്മുടെ കാന്തിക വസ്തുക്കളാണ്. ഒരു കാന്തിക വസ്തുക്കളുടെ മേളിൽ നമ്മൾ കാന്തിക മണ്ഡലം ഉപയോഗിച്ച് ഉരസുവാണെങ്കിൽ, ഒരേ ഡയറക്ഷനിൽ ഉരസുവാണെങ്കിൽ അതും ഒരു കാന്തത്തെ പോലെ തന്നെ ആക്ട് ചെയ്യും. അങ്ങനെയുള്ള ആക്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണ്, അല്ലെങ്കിൽ അങ്ങനെ കാന്തവൽക്കരിക്കപ്പെടാനുള്ള കഴിവിനെ പറയുന്ന പേരാണ് വശഗത എന്ന് പറയുന്നത്. നമ്മളന്ന് പഠിപ്പിച്ചതാണ്, മറന്നുപോയാൽ ഓർത്തിരിക്കണം കേട്ടോ. വശഗത എന്നാണ് അതിന് പറയുന്നത്. നോക്കിയേ, പ്രകൃതിയിൽ നിന്നും നേരിട്ട് ലഭ്യമാകുന്ന കാന്തങ്ങൾക്ക് പറയുന്ന പേരാണ് സ്വാഭാവിക കാന്തങ്ങൾ. കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോകസങ്കരമാണ് അൽനിക്കോ. ഇതെപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അൽനിക്കോ. കൃത്രിമ കാന്തങ്ങൾ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാന്തങ്ങൾ നമ്മൾ ഇന്നത്തെ കാലത്ത് ഉപയോഗിച്ച് എടുക്കുന്നത് എങ്ങനെയാണ്? അൽനിക്കോ വഴിയാണ്. എന്താണ് അൽനിക്കോയുടെ ഫുൾ നെയിം അല്ലെങ്കിൽ ഫുൾ ഫോം എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, അൽനിക്കോയിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ എന്തൊക്കെ? അലൂമിനിയം, നിക്കൽ, കൊബാൾട്ട് കേട്ടോ. ഈ 3 രാസവസ്തുക്കളാണ്, അല്ലെങ്കിൽ ഈ 3 എലമെൻറ്റ്സ് ആണ് നമ്മുടെ അൽനിക്കോ എന്ന് പറഞ്ഞ ലോകസങ്കരത്തിലുള്ളത്. അത് കൃത്രിമ കാന്തങ്ങൾ നിർമ്മിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ലോകസങ്കരമാണെന്നും ഓർത്തിരിക്കണം. ഇനി സ്വതന്ത്രമായി ചലിക്കാത്ത രീതിയിൽ ഒരു കാന്തത്തെ ക്രമീകരിച്ചാൽ അതെപ്പോഴും ഭൂമിയുടെ ഏത് ദിശയിൽ നിൽക്കുന്നു? അതായത് ഒരു കാന്തം നിങ്ങൾ കെട്ടിത്തൂക്കി എയറിൽ നിർത്തിയാൽ അത് തെക്ക് വടക്ക് ദിശയിലായിരിക്കും നിൽക്കുന്നത്. ഇനി സ്വതന്ത്രമായി ചലിക്കുന്ന ബാർകാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നത് കാന്തം എന്ന എന്ത് സ്വഭാവം പ്രകടിപ്പിക്കുന്നതാണ്? ദിശാസൂചിക സ്വഭാവം. അത് നമുക്കറിയാം, നമ്മുടെ ഭൂമി വരെ ഒരു കാന്തം പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദിശാസൂചിക സ്വഭാവം കൊണ്ടാണ് സ്വതന്ത്രമായി ചലിക്കുന്ന ബാർകാന്തം എപ്പോഴും തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നതിന് കാരണം. ഇനി ഭൂമിയുടെ വടക്ക് ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന കാന്തത്തിൻ്റെ അഗ്രം കാന്തത്തിൻ്റെ ഉത്തരധ്രുവവും അതായത് നോർത്തിലും, രണ്ടാമത്തെ അഗ്രം ദക്ഷിണ ധ്രുവം അതായത് സൗത്തിലും ആണ്. അപ്പോൾ ഓർത്തിരിക്കണം, ഭൂമിയുടെ വടക്ക് ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന കാന്തത്തിൻ്റെ അഗ്രം കാന്തത്തിൻ്റെ ഉത്തരധ്രുവവും രണ്ടാമത്തെ അഗ്രം ദക്ഷിണ ധ്രുവത്തിലുമായിരിക്കും കാണപ്പെടുന്നത്. ഇനിയും കാന്തത്തെ സംബന്ധിച്ചിടത്തോളം വികർഷിക്കുന്ന ധ്രുവങ്ങളാണ് സജാതീയ ധ്രുവങ്ങൾ. അതായത് ഒരുപോലുള്ളവർ കണ്ടാൽ അവർ വികർഷിക്കും എന്നോർത്തിരിക്കുക. ഇനി കാന്തത്തെ സംബന്ധിച്ച് ആകർഷിക്കുന്ന ധ്രുവങ്ങളാണ് വിജാതീയ ധ്രുവങ്ങൾ. അതായത് ആകർഷണം ഉണ്ടെങ്കിൽ വിജാതീയമായിട്ടുള്ളത് വരണം കേട്ടോ. ഓപ്പോസിറ്റ് ആയിട്ടുള്ളവർ വരണം. സെയിം ആയിട്ടുള്ളവർ വന്നാൽ അവരെന്ത് ചെയ്യും? വികർഷിക്കും. അതുപോലെ തന്നെ കാന്തസം ആകർഷിക്കുകയാണെങ്കിൽ അത് വിജാതീയ ധ്രുവങ്ങളാണ് കേട്ടോ. ഇനിയും ഭൂമി ഒരു കാന്തത്തെ പോലെ ആവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞനാണ് വില്യം ഗിൽബർട്ട് കേട്ടോ. ഭൂമി ഒരു കാന്തത്തെ പോലെ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ വർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞനാണ് വില്യം ഗിൽബർട്ട്. കാന്തിക മണ്ഡലത്തിൻ്റെ സ്വാധീനവും ദിശയും സൂചിപ്പിക്കുന്ന സാങ്കല്പിക രേഖയ്ക്ക് പറയുന്ന പേരാണ് കാന്തിക ബലരേഖ കേട്ടോ. കാന്തിക ബലത്തിൻ്റെ സ്വാധീനവും ദിശയും സൂചിപ്പിക്കുന്ന സാങ്കല്പിക രേഖയാണ് കാന്തിക ബലരേഖ. നമ്മൾ വരച്ച് ഓർക്കുന്നുണ്ട്, ഇങ്ങനെ നമ്മൾ നോർത്ത് സൗത്തും വരച്ചിട്ട് നമ്മളിങ്ങനെ വരച്ചില്ലേ, അതിന് പറഞ്ഞ പേരാണ് ഇങ്ങനെ വരച്ചില്ലേ, അതിന് പറഞ്ഞ പേരാണ് കാന്തിക ബലരേഖ എന്ന് പറയുന്നത് കേട്ടോ. അതൊരു സ്വാധീനം സൂചിപ്പിക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ നമ്മൾ വരച്ചില്ല, ആ സാധനത്തിന് പറഞ്ഞ പേരാണ് കാന്തിക ബലരേഖ എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തത്, കാന്തിക പ്രവാഹം അനുഭവപ്പെടുന്നത് എല്ലാ തലങ്ങളിലും കാന്തിക പ്രവാഹം അനുഭവപ്പെടും. അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ്, യൂണിറ്റ് പരപ്പളവിൽ കൂടി ലംബമായി കടന്നു പോകുന്ന കാന്തിക ബലരേഖകളുടെ എണ്ണത്തിന് പറഞ്ഞ പേരാണ് കാന്തിക ഫ്ലക്സ് സാന്ദ്രത അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയും. യൂണിറ്റ് പരപ്പളവിൽ കൂടി, അതായത് ഒരു യൂണിറ്റ് പരപ്പളവിൽ കൂടി ലംബമായി, അതായത് ലംബം എന്ന് വെച്ചാൽ നമുക്കറിയാം നേരെ കടന്നു പോകുന്ന കാന്തിക ബലരേഖയുടെ എണ്ണത്തിന് പറയുന്ന പേരാണ് കാന്തിക ഫ്ലക്സ് സാന്ദ്രത അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് നമ്മൾ പഠിക്കുന്നത്. ഫ്ലക്സ് സാന്ദ്രത ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് കാന്തത്തിൻ്റെ ധ്രുവങ്ങളിലായിരിക്കും, രണ്ടറ്റങ്ങളിലായിരിക്കും അനുഭവപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ഫ്ലക്സ് സാന്ദ്രത അനുഭവപ്പെടുന്നത്. ഇനി കാന്തത്തിൻ്റെ വിജാതീയ ധ്രുവങ്ങൾ അടുത്ത് വരുമ്പോൾ ബലരേഖകളുടെ പാത ഒന്നിൻ്റെ ഉത്തര ധ്രുവത്തിൽ നിന്നും അടുത്തതിൻ്റെ ദക്ഷിണ ധ്രുവത്തിലേക്കായിരിക്കും. അതായത് രണ്ട് കാന്തങ്ങൾ അടുത്ത് വരുമ്പോൾ, വിജാതീയ ധ്രുവങ്ങൾ അടുത്ത് വരുമ്പോൾ ബലരേഖയുടെ പാത എങ്ങനെയായിരിക്കും? ഒന്നിൻ്റെ ഉത്തര ധ്രുവത്തിൽ നിന്നും അടുത്തതിൻ്റെ ദക്ഷിണ ധ്രുവത്തിലേക്കായിരിക്കും പോകുന്നത്. ഇനിയും ഒരു കാന്തത്തിൻ്റെ ചുറ്റും എല്ലാ തലത്തിലും കാന്തിക പ്രവാഹം അനുഭവപ്പെടുന്നുണ്ട്. കാന്തിക പ്രവാഹം അനുഭവപ്പെടുന്ന ഈ മേഖല അറിയപ്പെടുന്നതാണ്
കാന്തിക മണ്ഡലം എന്നറിയപ്പെടുന്നത് കേട്ടോ. അതായത് ഒരു കാന്തത്തിൻ്റെ ഒരു കാന്തം എടുത്താൽ അതിൻ്റെ എല്ലാ ഭാഗത്തും എന്താ അനുഭവപ്പെടുന്നുണ്ട്? കാന്തിക പ്രവാഹം അനുഭവപ്പെടുന്നുണ്ട്. ഇതിന് പറയുന്ന പേരാണ് കാന്തിക മണ്ഡലം എന്ന് പറയുന്നത്. അടുത്തത്, കാന്തത്താൽ ആകർഷിക്കപ്പെടുന്ന പദാർത്ഥങ്ങളാണ് കൊബാൾട്ട്, നിക്കൽ കേട്ടോ. കാന്തത്താൽ ആകർഷിക്കപ്പെടുന്ന പദാർത്ഥങ്ങളാണ് കൊബാൾട്ട്, നിക്കൽ. കാന്തത്തിൻ്റെ സ്വാധീനം മൂലം ഒരു കാന്തിക വസ്തുവിന് കാന്തശക്തി ലഭിക്കുന്ന പ്രതിഭാസമാണ് കാന്തിക പ്രേരണം. പ്രേരണം ഉണ്ടാക്കുക എന്ന് പറയും. അതായത് കാന്തത്തിൻ്റെ സ്വാധീനം മൂലം ഒരു കാന്തിക വസ്തുവിന് കാന്തശക്തി ലഭിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് കാന്തിക പ്രേരണം എന്ന് പറഞ്ഞ പേര് അറിയപ്പെടുന്നത്. ഇനിയും കാന്തിൻ്റെ സ്വാധീനം മൂലം ഒരു കാന്തിക വസ്തുവിന് ലഭിക്കുന്ന കാന്തശക്തിക്ക് പറയുന്ന പേരാണ് പ്രേരിത കാന്തശക്തി കേട്ടോ. എന്താണ്? കാന്തത്തിൻ്റെ സ്വാധീനം മൂലം ഒരു കാന്തിക വസ്തുവിന് ലഭിക്കുന്ന കാന്തശക്തിക്ക് പറയുന്ന പേരാണ് പ്രേരിത കാന്തശക്തി. അതായത് നമ്മൾ മുമ്പ് പഠിച്ചായിരുന്നല്ലേ, നമ്മുടെ ഒരു കാന്തയിൽ നമ്മൾ ആക്സോബൈഡ് ഉരസുവാണെങ്കിൽ ആ ആക്സോബൈഡ് കുറച്ച് നേരത്തേക്ക് മാത്രം അതിലുണ്ടാകുന്ന പ്രേരിത കാന്തശക്തി മൂലം ഒരു കാന്തബലം ആക്ട് ചെയ്യും. അതിനുശേഷം കുറച്ച് കഴിഞ്ഞാൽ അത് ആ ശക്തി അവിടെ നഷ്ടപ്പെടും കേട്ടോ. ആ ഒരു സമയത്തേക്ക് മാത്രമേ അത് കാണത്തുള്ളൂ. അതിനുശേഷം അത് പഴയ ആക്സോബൈഡ് തന്നെ ആക്ട് ചെയ്യും. ഇനി ശക്തിയേറിയ താൽക്കാലിക കാന്തങ്ങൾ നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് പച്ചിരിമ്പ് കേട്ടോ. ശക്തിയേറിയ താൽക്കാലിക കാന്തങ്ങൾ, ടെമ്പററി ആയിട്ടുള്ള കാന്തങ്ങൾ നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് പച്ചിരിമ്പാണ്. സ്ഥിര കാന്തങ്ങൾ നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഉരുക്കാണ് കേട്ടോ. താൽക്കാലികമാണെങ്കിൽ അത് പച്ചിരിമ്പ്, സ്ഥിരമായിട്ടുള്ള ഉണ്ടാക്കാൻ ഉരുക്ക്. അടുത്ത, ഒരു കാന്തിക മണ്ഡലത്തിലെ സ്വാധീനം കാരണം ലഭിച്ച കാന്തിക ശക്തി നിലനിർത്താൻ ഉള്ള കഴിവാണ് റിറ്റൻറ്റിവിറ്റി. അതായത് ഒരു കഴിവ്, ഇപ്പോൾ നമ്മുടെ ആക്സോബൈഡിന് ആ കഴിവ് കിട്ടി, ആ കഴിവ് അത് കുറച്ച് നാളത്തേക്ക് അല്ലെങ്കിൽ അത് വരും കാലങ്ങളിൽ അത് നിലനിർത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് റിറ്റൻറ്റിവിറ്റി എന്ന് പറയുന്നത് കേട്ടോ. മറന്നുപോലെ ഓർത്തിരിക്കേണ്ട ഒരു വാക്കാണ് റിറ്റൻറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊരു കഴിവ് നമ്മുടെ കാന്തിക വസ്തുവിന് കിട്ടിയെങ്കിൽ ആ കഴിവ് നിലനിർത്തിക്കൊണ്ട് പോകുവാനുള്ള കഴിവിന് പറയുന്ന പേരാണ് റിറ്റൻറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇനിയും ലഭിച്ച കാന്തശക്തി നിലനിർത്താനുള്ള കഴിവ് വളരെ കുറവുള്ളതാണ് പച്ചിരിമ്പിന്. കാരണം നമുക്ക് പഠിച്ചല്ലേ, പച്ചിരിമ്പാണ് താൽക്കാലികമായിട്ടുള്ള കാന്തങ്ങൾ നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലഭിച്ച കാന്തശക്തി നിലനിർത്താനുള്ള കഴിവ് വളരെ കുറവുള്ളതാണ് നമ്മുടെ പച്ചിരിമ്പിന് കേട്ടോ. ഓർത്തിരിക്കണം, മറന്നു പോകരുത്. ഓക്കെ, ഒരു ദിവസം കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഓക്കെ, ഒരു ബഹിരാകാശ സഞ്ചാരി കാണപ്പെടുന്ന ആകാശത്തിൻ്റെ നിറം എന്തായിരിക്കും? അതായത് ബഹിരാകാശ സമയം എന്നാൽ നമ്മൾ കാണപ്പെടുന്ന ആകാശത്തിൻ്റെ നിറം ഏത് നിറത്തിലായിരിക്കും? കറുപ്പായിരിക്കുമോ, വെള്ളയായിരിക്കുമോ, നീലയായിരിക്കുമോ, ചുവപ്പായിരിക്കുമോ? ഒബ്വിയസ്ലി അത് കറുപ്പ് നിറത്തിലായിരിക്കും കാണപ്പെടുന്നത്. ഒരു ബഹിരാകാശ സഞ്ചാരി മുകളിൽ നിന്നും നോക്കിയാൽ കാണപ്പെടുന്ന അന്തരീക്ഷത്തിൻ്റെ നിറം കറുപ്പായിരിക്കും. ഇനി എന്താണുള്ളത്? ബഹിരാകാശം സഞ്ചാരം നടത്തിയ ആദ്യ വ്യക്തിയാണ് യൂറി ഗഗാനിൻ. നമ്മുടെ 5ാം ക്ലാസ്സിലുള്ളതാണിത്. യൂറി ഗഗാനിൻ ബഹിരാകാശത്തെത്തിയ പേടകം വോസ്റ്റോക്ക് 1 ആണിതും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഉള്ളായിരുന്നു. അടുത്ത, യൂറി ഗഗാനിൻ ബഹിരാകാശത്തെത്തിയത് 1961 ഏപ്രിൽ 12-നാണ്. ബഹിരാകാശത്ത് നടന്ന ആദ്യ വ്യക്തി അലക്സി ലിയോനോവ് ആണ് കേട്ടോ. ബഹിരാകാശത്ത് ആദ്യം നടന്ന വ്യക്തിയാണ് അലക്സി ലിയോനോവ്. ബഹിരാകാശത്തെത്തിയ നടന്ന ആദ്യ വനിത സെറ്റ്ലാന വി സെവിറ്റ്സ് കേട്ടോ. സെറ്റ്ലാന വി സെവിറ്റ്സ് അങ്ങ് ചോദിച്ചു കണ്ടില്ല കേട്ടോ. ഇത് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ വോസ്റ്റോക്ക് 1 ബഹിരാകാശത്തെത്തിയ പേടകം ആദ്യമായിട്ട് ബഹിരാകാശത്തെ പേടകം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ആദ്യ വനിതയും യൂറി ഗഗാനിനെ പറ്റി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നടന്ന ആൾക്കാരെ പറ്റി ചോദിച്ചിട്ടില്ല ഇതിലായിട്ടും കേട്ടോ. എന്നാലും ഓർത്ത് വെച്ചോ, ബഹിരാകാശത്ത് നടന്ന ആദ്യ വ്യക്തി അലക്സി ലിയോനോവും അല്ലെങ്കിൽ ബഹിരാകാശത്ത് നടന്ന ആദ്യ വനിത സെറ്റ്ലാന വി സെവിറ്റ്സ് കേട്ടോ. ഓർത്തിരിക്കണം. അടുത്തത്, ബഹിരാകാശ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ ചോദിച്ചിട്ടുള്ളതാണ്. ബഹിരാകാശ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ ആദ്യമായി ശൂന്യാകാശം നടത്തിയ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കേട്ടോ. ഇന്ദിരാഗാന്ധി ആയിരുന്നു നമ്മുടെ രാകേഷ് ശർമ്മ ശൂന്യാകാശ നടത്തിയപ്പോൾ ഉണ്ടായിരുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇനി ബഹിരാകാശത്ത് നടത്തിയ ആദ്യ ഇന്ത്യക്കാരി കൽപ്പന ചൗള. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരി കൽപ്പന ചൗളയാണ്. ബഹിരാകാശത്ത് നടത്തിയ രണ്ടാമത്തെ ഇന്ത്യൻ വംശജ സുനിത വില്യംസ് ആണ് രണ്ടാമത്തെ ഇന്ത്യൻ വംശജ ബഹിരാകാശ യാത്ര നടത്തിയത്. ഇനിയും ബഹിരാകാശത്തെത്തിയ ആദ്യ അമേരിക്കക്കാരൻ അലൻ ഷെപ്പേർഡ് കേട്ടോ. ബഹിരാകാശത്ത് എത്തിയ ആദ്യ അമേരിക്കക്കാരൻ അലൻ ഷെപ്പേർഡാണ്. ആദ്യത്തെ ഇസ്രായേൽ ബഹിരാകാശ സഞ്ചാരി ഇറാൻ്റെ മോർ കേട്ടോ. ഇറാൻട്ര മോറാണ് ആദ്യ ഇസ്രായേൽ ബഹിരാകാശ സഞ്ചാരി. ഇനിയും ബഹിരാകാശത്ത് സഞ്ചരിച്ച ആദ്യ യന്ത്ര മനുഷ്യൻ നോക്കിയിട്ട് വേണം പോകാൻ. ആദ്യ യന്ത്ര മനുഷ്യൻ റോബോ കേട്ടോ. റോബോയാണ് ബഹിരാകാശത്ത് സഞ്ചരിച്ച ആദ്യ യന്ത്ര മനുഷ്യൻ. ഇനി ഒരു പട്ടി ചെന്നായിരുന്നു. ആ പട്ടിയുടെ പേരെന്നറിയോ? ബഹിരാകാശത്ത് നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള പട്ടി. ആ പട്ടിക്കൊരു പേരുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ബഹിരാകാശ സഞ്ചാരം നടത്തിയ ഒരു മൃഗമായിരുന്നു. നമ്മുടെ ബഹിരാകാശ സഞ്ചാരത്തിലേക്ക് നമ്മളയച്ച ആദ്യ പരീക്ഷണം നടത്തിയത് നമ്മുടെ ഒരു പട്ടീനെയായിരുന്നു. ലൈക്ക എന്ന് പറഞ്ഞ പട്ടീനെയായിരുന്നു
ആദ്യമായിട്ട് പരീക്ഷ നടത്തി. അതും വേണം നോക്കി വെക്കണം. കാരണം ആദ്യമായിട്ട് ബഹിരാകാശത്തേക്ക് പോയ പട്ടിയാണ് ഈ ലൈക്ക എന്ന് പറയുന്നത് കേട്ടോ. ലൈക്ക എന്ന് പറയുന്ന നായയെ വെച്ചുകൊണ്ടാണ് പരീക്ഷണം ആദ്യമായിട്ട് നടത്തിയത്. അത് മറന്നുപോലെ ഓർത്തിരിക്കണം കേട്ടോ. 5ാം ക്ലാസ്സിലുള്ള കേട്ടോ. നമ്മുടെ സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിലാണ് ലൈക്ക എന്ന് പറഞ്ഞ നായനെ നമ്മൾ എങ്ങോട്ട് അയച്ചത്, നമ്മുടെ ബഹിരാകാശത്തേക്ക് എത്തിച്ചു കേട്ടോ. ലൈക്ക എന്നാണ് നായയുടെ പേര് കേട്ടോ. മറന്നുപോലെ ഓർത്തിരിക്കേണ്ടതൊക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ആദ്യത്തെ ഒരു 5-6 ക്വസ്റ്റ്യൻ. സയൻസ് ആണ്, ഒരുപാട് പഠിക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് ഇത് വായിച്ച് പഠിക്കണം. സയൻസ് സബ്ജക്റ്റ് മാർക്ക് കളയാൻ പറ്റാത്ത ഒരു സബ്ജക്റ്റ് തന്നെയാണ് അല്ലേ. ഏറ്റവും കൂടുതൽ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളതുമാണ്. എത്രയാണ് 24-26 മാർക്കിനടുത്ത് നമുക്ക് സയൻസ് സബ്ജക്റ്റിൽ തന്നെ ആയിരിക്കും. ബാക്കിയായിരിക്കും GK വരുന്നത്. അതുകൊണ്ട് തന്നെ ശരിയായിട്ടുള്ള രീതിയിൽ ടെക്സ്റ്റ് ബുക്ക്, SCRT ടെക്സ്റ്റ് ബുക്ക് പ്രത്യേകിച്ച് ആ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ അതേപടിയാണ് ചോദ്യം ചെയ്യുന്നത്. ശരിയായിട്ട് രീതിയിൽ മനസ്സിരുത്തി പല ആവർത്തി വായിച്ച് നമ്മൾ മനസ്സിൽ കയറ്റേണ്ടതായിട്ടുണ്ട്. ഈ കണ്ടൻറ്റ് എന്താണെന്ന് എന്തിന് മാത്രമേ മനസ്സിലിരിക്കത്തുള്ളൂ. കാരണം അങ്ങോട്ട് എല്ലാം പേരുകളൊക്കെ മാറിപ്പോകും. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും 5ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള ടോപ്പിക്ക് നിർബന്ധമായിട്ടും പഠിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. 9ഉം 10ലും വളരെ കുറഞ്ഞ് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ പറയുന്നതിനകത്ത് പറയും 9ഉം 10ലും 2-3 SPDF ഷെല്ലുകളുടെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. പിന്നുള്ള സബ്ഷെല്ലിൻ്റെ കാര്യമാണ്. KLM നമ്മൾ പഠിച്ച് തീർച്ചയാണ്. പിന്നുള്ള SPDFൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതും പിന്നെ 2-3 കെമിക്കൽ റിയാക്ഷൻസ് മാത്രമേ പഠിക്കാനുള്ളൂ. ചില ഫങ്ഷണൽ ഐസോമറും അതുപോലെ തന്നെ നമ്മുടെ ആൽക്കഹോളിസം വരുന്ന എന്താണ് ഐസോമർസും, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഫംഗ്ഷനായിട്ട് കിടക്കുന്ന ആരാണ്, വാല് പോലെ വരുന്ന ആരാണ്, ഇതൊക്കെയാണ് ചെറിയ കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. സോ 8ാം ക്ലാസ്സിലുള്ള സിലബസ് കംപ്ലീറ്റ്ലി പഠിച്ചു. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എത്ര ക്വസ്റ്റ്യൻ 8ാം ക്ലാസ്സിൽ തന്നെ വരുന്നത്, 5-6 ക്വസ്റ്റ്യൻ തന്നെ. ഇപ്പം കണ്ടില്ലേ ക്വസ്റ്റ്യൻ പേപ്പർ തുടങ്ങിയവനെ ഇനി താഴോട്ട് വരുമ്പോൾ എല്ലാം 8ാം ക്ലാസ്സിൽ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതെല്ലാം വരുന്നത് പ്ലോക്ഷൻ പോലെ എല്ലാം വരുന്നത് 8ാം ക്ലാസ് തന്നെയാണ്. ഇതെല്ലാം 8ാം ക്ലാസ്സിൽ ടോപ്പിക്കും തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 5 തൊട്ട് 8 വരെയുള്ള ടോപ്പിക്ക് പഠിക്കുക എന്നുള്ളത്. പഠിച്ചേ പറ്റത്തുള്ളൂ കേട്ടോ. മൊത്തം നമ്മൾ സിലബസ് തീർത്ത് വെച്ചതാണ്. റിവിഷൻ്റെ അകത്ത് വീണ്ടും നമ്മളൊന്നുകൂടി പറയുന്നേ ഉള്ളൂ. പഠിക്കണം കേട്ടോ. സ്ഥിരം SCRT ടെക്സ്റ്റ് ബുക്ക് വെച്ച് വായിച്ച് വേണം അത് കണ്ടൻറ്റ് മനസ്സിൽ കയറ്റാം കേട്ടോ. പിന്നെ കൂടുതലായിട്ട് വരുന്ന അറിവുകൾ എവിടെയെങ്കിലും കയറി ചേർക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട GK പാർട്ട് വരുവാണെങ്കിൽ അതും കൂടി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വൈകുന്നേരം കാണാം കേട്ടോ. ഇലക്ഷനൊക്കെയാണ്, എല്ലാവരും പോയി വോട്ടൊക്കെ ചെയ്തിട്ട് കേട്ടോ. യെസ്, അപ്പോൾ താങ്ക് യു. വൈകുന്നേരം കാണാം കേട്ടോ.